الحمد لله الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا عبده ورسوله المبعوث بالمغارب البشرى صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا. اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أغفر علينا رحمتك واغفر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله إن الله بصير بالعباد وأنا ربنا وأن المسرفين هم أصحاب النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يلقى المتلقيان عن اليمين وعن الشمال قعيد ما يلزم من قول إلا لديه رقيب. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم ما منكم من أحد إلا سيكلمه ربه وليس بينه وبينه ترجمان فينظر أيمن منه فلا يرى إلا ما قدم من عمله فينظر أشرار منه فلا يرى إلا ما قدم من عمله وينظر بين يديه فلا يرى إلا النار تلقى وجهه. اتقوا النار ولو بالشق التمرة اتقوا النار ولو بالشق التمرة. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا سيد السادات جئتك قاصدا أرجو رضاك وارتمي بحماك. يا سيد السادات جئتك قاصدا أرجو رضاك وارتمي بحماك. والله يا خير الخلائق إنني شوقا مشوقا لا يوم سواك.
صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك يا رسول الله من الجناس صلاة الله معنا تحيته سلام الله إجلال قدرك عاشقا تبغيما صلوا عليه وسلموا تسليما കാരുണ്യത്തിന്തുവാമല്ലാഹുവിത്തിരു നാമത്തിൽ ഒരുങ്ങു ദിവ്യമാമ സൃഷ്ടികൾ ആകാശഭൂമികൾ സൃഷ്ടിച്ചു രക്ഷകൻ രാവും പ്രകാശവും ചൂടുന്നനന്തമായി സാഗരെ ബോധങ്ങൾ നീങ്ങുന്നു ഭദ്രമായി വാനിൽ നിന്നമ്പസ്സുന്നു കൃത്യമായി കാർമേഘവാദവും ശീഘ്രജാലങ്ങളും ഈശ്വരന്റെ കാരുണ്യത്തിന്തുമാഹുവിന്റെ നാമത്തിലൊരുങ്ങു ദിവ്യമാം സൂക്തികൾ. അതിനിടാൻ ജില്ലാ ഉസ്മാൻ വേണ്ടി സമുദായത്തിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. കേരളത്തിന്റെ ആത്മീയ തറവാട്ടിലെ സൂര്യ തേജസ് ബഹുമാനനായ ശേഖുന ഏലക്കുളം ബാബു സദവറുകൾ ആമുഖഭാഷണം നടത്തിയ ചെന്നജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം CK ഷമ്മാസ് ദാരിമി മുഖ്യാതിഥിയായി ഇവിടെ എത്തിയ വളരെ ഹ്രസ്വമെങ്കിലും അർത്ഥദ്യോതകമായ ഒരു പ്രഭാഷണം നിർവഹിക്കുകയും തന്റെ തുഷ്യാന്തര ബാഹുല്യത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ശ്രദ്ധേയമാക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട കർമ്മനിരതനായ കേരളത്തിന്റെ ജനപ്രതിനിധികളുടെ യുവപ്രതീകം കൂടിയായ ബഹുമാനനായ അഡ്വക്കേറ്റ് AM ആരിഫ് MLA, വിധിനിയോഗിച്ചനായ ബഹുമാനനായ വലിയകുളം ജുമാ മസ്ജിദിന്റെ ബഹുമാനനായ ഇമാം അബ്ദുൽ ശുക്കൂർ ദായി, ബഹുമാനനായ ആദരണീയരായ സുഹൃത്ത് SKSSFന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ നവാസ് ഖാനും ആദരണീയരും ബഹുമാന്യരുമായ ഈ സദസ്സിൽ ഏറെ വിശിഷ്ടമായ സാന്നിധ്യം കൊണ്ട് വിശിഷ്ടമായി അതിലേറെ വരിഷ്ഠവും വൈശിഷ്ട്യവും മതിയാണ്. സമയമേറെ അധികരിച്ചതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്ക് മൊഴിയുന്നില്ല. ബഹുമാനരായ ആദരണീയരായ മഹല്ലിന്റെ വ്യക്തിത്വങ്ങൾ, ബഹുമാനരായ സമസ്തയുടെ പ്രിയപ്പെട്ട കഥകളഞ്ഞ സംഘാടകർ, ഈ പുണ്യമായ രാത്രിയിൽ ഒരുമിച്ചുകൂടിയ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നതെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാദിക്കുന്ന അഭിവാദനം. സർവസ്വതയും സർവലോകരക്ഷിതാവായ അല്ലാഹുവിനാകും. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയവുമായ അനുഗ്രഹത്തിന് അനുസൃതമായ പ്രവാഹം അതിരൂപരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അഭിനവലുകളെ അനുധാവനം ചെയ്ത അനുഗ്രഹങ്ങളിലും തിരുകുടുംബാദികളിലും സാന്നിധ്യങ്ങളിലും സത്യനിരകളിലും സദാവർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവാനും പരമാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാലനയും കൊണ്ട് നമ്മുടെ ജനകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തും അപ്പാദിക്കലുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങൾ ഒഴിഞ്ഞുമാറി അല്ലാഹുവിനെ അവന്റെ പ്രവാചകനെ വെളിപ്പെടുത്തിയപ്പോഴാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ നാളിലെ പതിറ്റാണ്ടുകളോളം
ഈ നാടിന്റെ ആത്മീയ തപോമണ്ഡലങ്ങളിൽ സുദൃഢമായ സേവനം നടത്തുകയും കളവുകളാത്ത ഒരു നിഷ്ഠുര ജീവിത മാതൃകമാണ് നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുക. ബഹുമാനരായ വലിയുള്ള മഹാനവരുടെ നാമധേയത്തിൽ ഇവിടെ ആരംഭിക്കപ്പെടുന്ന വിശുദ്ധമായ ഖുർആനിന്റെ ശാസ്ത്ര തീരങ്ങളിലേക്ക് സമൂഹത്തെ നടത്തിക്കൊണ്ടുപോകാൻ ഒരു വലിയ ശാലയുടെ ഒരു ഹിഫ്ളുൽ ഖുർആൻ എന്ന ഒരു സാധാസിക പ്രയോഗത്തിനപ്പുറം ഒരു ഇസ്ലാമിക ഒരു ഖുർആനിക സർവകലാശാലയുടെ ബീജാവാദത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന്റെ ആശയായി, പ്രതീക്ഷയായി, പ്രത്യാശയായി, വഴിവിളക്കായി, വഴികാട്ടിയായി ഈ സമസ്തയുടെ ലോകത്ത് ജ്യോതിസിന്റെ പ്രവാഹമായി വിശുദ്ധമായ ഖുർആന്റെ ഈ വെളിച്ചം അല്ലാഹു നാടിന് സമ്മാനിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. എംഎൽഎയുടെ വാക്കുകളിൽ ഒരു ശുഭാപ്തി വിശ്വാസം നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന വലിയകുള അബ്ദുൽ ഉസ്താദ് ശീകരണങ്ങൾ ഇത് ഏറ്റെടുത്താൽ ഇത് സ്വാർത്ഥകമാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഉസ്താദ് കൂടിയാണ് അസീസ് ഉസ്താദ് എന്ന് പറയുമ്പോ ഈ നാട്ടുകാരുടെ ഇതുമായി പരിചയമുള്ള ആളുകളുടെ വാക്കുകളിൽ ഞാനതിനെ വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മഹാനവരുടെ ശിഷ്യഗണം അത് ഏറ്റെടുത്താൽ ക്ഷിപ്രസാധ്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു ജനപ്രതിനിധിയുടെ വാക്കുകളിൽ ഞാനിതിന് ആമുഖമായി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് സ്നേഹമെന്നത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കണം. സ്വപ്നം അന്തരിച്ചുപോയ ഇന്ത്യ രാജ്യത്തിന്റെ യശസ്സ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാൻ പ്പെട്ട മുൻരാഷ്ട്രപതി APJ അബ്ദുൽ കലാം പ്രേക്ഷിക്കാറുള്ളതാണ്. APJ അബ്ദുൽ കലാമിന്റെ ഒരു വാക്കുണ്ട്, നമുക്ക് നമ്മെ ഉറങ്ങാൻ സമ്മതിക്കാത്ത, എപ്പോൾ കണ്ണടക്കുമ്പോഴും നമ്മുടെ നിദ്രകളെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ചിന്തയാണ് നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം ഭൂവനയുന്നത് വരെ പിന്നെ ഉറക്കമുണ്ടാവുകയില്ല. അതാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന അദ്ദേഹത്തിനൊരു നിർവചനമാണ്. ഇതൊരു സ്വപ്നമാണ്. ഉറങ്ങാൻ കഴിയാതെ കൺമുമ്പുകളിൽ ഒരു സുന്ദരമായ രൂപം പോലെ നമ്മെ എപ്പോഴും നമുക്ക് മുമ്പോട്ട് നടക്കാൻ നയിക്കുന്ന ഒരു വലിയ സ്വപ്നമാണിത്. ഇത് പൂർത്തീകരിച്ചതിന് ശേഷം വേണം നമുക്ക് ഉറങ്ങാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വപ്നം നമുക്ക് പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖമൊന്നുമില്ലാതെ പരലോകം മറക്കുന്നുവോ എന്ന സംഘാടകർ നിഷ്കർഷിച്ച് നിർദ്ദേശിച്ചു തന്ന വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. സാധാരണ സദസ്സ് നിർജീവമാകുന്ന അവസ്ഥയിലാണ് എന്നെ പോലുള്ളവരുടെ മുഖ്യപ്രഭാഷണം നടക്കുക. മുഖ്യപ്രഭാഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം പ്രസംഗിക്കുക എന്നുള്ളത്. പിന്നെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എല്ലാവരും കൂടെ ഒന്നിച്ച് പറയാൻ ഹസാദറാത്തീവല്ലല്ലോ. അതാണ് പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് ചോദിക്കാൻ മതി. ഒരു യോഗമാക്കുമ്പോൾ അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായ ഒരല്പം വൈകൽ അത് സ്വാഭാവികമാണ്. അലോചനകളില്ലാതെ, അലോസരകളില്ലാതെ അതിന്റെ ഒരു സ്വാഭാവികമായ പരിണിതിയെ കണക്കിലെടുത്ത് എല്ലാവരും അതിനെ ഉൾക്കൊള്ളുകയും ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. വരുന്ന ആളുകൾക്ക് പരമാവധി ഇരിക്കാൻ കഴിയുന്നെങ്കിൽ നിൽക്കാനുള്ള സൗകര്യം ചെയ്യുക. മഴ പെയ്തതുകൊണ്ട് ഈ സ്ഥലം കുറച്ച് വെള്ളം കെട്ടുന്ന ഒരു ഈർപ്പ പ്രദേശമാകുന്നു. അതിന്റെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കുണ്ട്. അതിൻഷാള്ള സംഘാടകരെ പരിഹരിക്കും. പരമാവധി സഹകരിക്കുക. ഏറ്റവും നല്ല സംഘാടകരും വോളണ്ടിയേഴ്സും അവനവൻ തന്നെയാണ്. ഒരു പരിപാടിക്ക് ധാരാളം വോളണ്ടിയേഴ്സ് ഉണ്ടാകും. നമ്മുടെ പരിപാടിക്ക് CSFന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്, കോൺഗ്രസിന്റെ പരിപാടിക്ക് യൂത്ത് കോൺഗ്രസിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്, ആരിഫ് സാഹിബിന്റെ പാർട്ടിക്കാണെങ്കിൽ റെഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. അതൊക്കെ നിയന്ത്രണത്തിനാണ്. ആ വോളണ്ടിയേഴ്സിനേക്കാളൊക്കെ നല്ല വോളണ്ടിയേഴ്സ് അവനവൻ തന്നെ വോളണ്ടിയർ ആവുക. അവനവനെ തന്നെ നിയന്ത്രിക്കുക. അവനവനെ തന്നെ നല്ലവനാക്കുക. അപ്പോൾ ഓരോ സദസ്സുകളും ഏറ്റവും സമ്മോഹനമാകും. അതാണ് ഏറ്റവും നല്ല വോളണ്ടിയേഴ്സ്. അങ്ങനെ ആവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. പരലോകം മറക്കുന്നതോ എന്നതാണ് നമ്മുടെ ചോദ്യം. യഥാർത്ഥത്തിൽ പരലോകത്തെ ആരും മറന്നിട്ടില്ല എന്നതാണ് ചിന്ത. മറന്നു പോകുന്നതെല്ലാം ഓർക്കുന്ന, എന്നാൽ മറക്കുന്നതെല്ലാം ഓർക്കാൻ പ്രേരിപ്പിക്കുന്ന
ഒരു സാഹചര്യത്തിലാണ് പ്രപഞ്ചനാഥൻ പ്രപഞ്ച ഘടനയെ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. എല്ലാവരെയും മനസ്സിൽ ദീപമായ ചില ഓർമ്മകളുണ്ടാവും. ആ ഓർമ്മപ്പെടുത്തുന്നതിൽ ഇപ്പോഴും അവരുടെ ജീവിതത്തിന്റെ അവരവരറിയാത്ത ചില ജീവിതത്തിന്റെ കാണാഫലങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ടുപോകും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യമാണ്. ദുഃഖമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ വൈദ്യുതികളും വൈദ്യുതികളും ചെതുകളും സതകളും ആധികളും വ്യാധികളും നമ്മുടെ ജീവിതത്തെ വല്ലാതെ മതിക്കുമ്പോഴെല്ലാം പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവേണ്ടത്. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരലോകത്തെക്കുറിച്ചോ കബറിനെക്കുറിച്ചോ ഒക്കെ ചിന്തയുണ്ടാവുക ആ ജീവിതത്തിന്റെ നിരാശയുടെ അഗാധതയിലോട്ട് കടന്നു പോകുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഇതിലും ഭേദം മരിക്കുന്നതാണ് നല്ലത്. ഇതെപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥിരം പദ്ധതിയാണ്. ഭാര്യയുമായി വഴക്കുണ്ടാകുമ്പോ, മക്കളുമായി പിണങ്ങി വീടിൽ നിന്നിറങ്ങുമ്പോ, കച്ചവടം വല്ലാത്ത നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുമ്പോ, അവസാനം ഈ ഭൂമി തന്നെ വളരെ വിശാലത കുറഞ്ഞു എന്ന് മനസ്സിന്റെ ടെൻഷൻ കൊണ്ട് തോന്നുമ്പോ ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഇതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്ന്. അതയാൾ പരലോകത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടുള്ള പറച്ചിലല്ല, അയാളുടെ ജീവിതം അയാൾക്ക് സമ്മാനിച്ച് ഗുരുകുലത്തിന്റെ രക്ഷപ്പെടാനുള്ള വ്യക്തികളിൽ അയാൾ പറയുന്ന ഒരു ആശ്വാസത്തിന്റെ വാക്ക് എന്നതിനപ്പുറം അതിൽ ആത്മാർത്ഥതയുടെ ഒരു സാന്നിധ്യം പോലുമില്ല എന്ന് നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ നമുക്കറിയാൻ കഴിയും. അവർക്ക് രണ്ട് കസേര കൊടുക്കുന്ന ഒരു മലപ്പുറത്തുന്നുണ്ട്. ഇത്ര യാത്രകളുണ്ടായി. സ്വാഭാവികമായി ചില ഏറ്റവും പ്രധാനപ്പെട്ട വേദനകൾ നമുക്കുണ്ടാകുമ്പോ ആ വേദനകൾ ഇല്ല എന്ന് നാം ധരിക്കുന്നവരെ നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തുള്ള മുഴുവൻ ദുരിതബോധങ്ങളുടെ സമൂഹത്തിന് മുഖ്യനായെന്ന് അനുസരിക്കപ്പെട്ട ഫോണെടുക്കുന്ന ചിട്ടപ്പുരകളിൽ അന്തിമുറങ്ങാൻ നിരൂപപ്പെട്ട എന്നും സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ദാരിദ്ര്യ ജീവിതത്തിന് നീതിയാസമാക്കപ്പെട്ട സമൂഹത്തിന്റെ മൂലയിലേക്ക് തള്ളപ്പെട്ട അതിർത്തി വർഗത്തിന്റെ സാധാരണ വർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരിഫ് സാഹിബ് നിലകൊള്ളുന്ന പാർട്ടി കാരണമാക്കും സ്ഥാനികമടക്കമുള്ളവർ അതിനുവേണ്ടിയാണ് കമ്മ്യൂണിസത്തെ ലോകത്ത് നിലവിൽ വന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയുന്ന സ്റ്റാലിനുണ്ട്. ആ സ്റ്റാലിൻ കമ്മ്യൂണിസത്തിന്റെ വക്രമാണ്. ആരിഫ് സാഹിബിനെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുക. ആ സ്റ്റാലിന് അവസാനം ജീവിതത്തിൽ കാരൻവാസിന്റെ ഒരു പുത്രനുണ്ടായിരുന്നു. അത്രേ എട്ടാണെന്നാണ് പേര്. ആ കുട്ടിയെ വിളിക്കുന്ന ഓമന പേര് ബുഷ് എന്നാണ്. കാരൻവാസിന്റെ പ്രിയപ്പെട്ട മകന് അവസാനം അവളുണ്ടാകുന്ന പ്രിയപ്പെട്ട മകൻ വേദന കൊണ്ട് പിതാവിന്റെ കണ്ണും തുറന്ന് പിടയുമ്പോ ആ സമയത്ത് വേദന സഹിക്കാൻ വേണ്ടിയാണ് കാരൻവാസിന്റെ പ്രിയപ്പെട്ട പിതാവ് സ്റ്റാലിനെ ഒരു കത്തുണ്ട്. സ്റ്റാലിനോട് പറയുന്നത്, സ്റ്റാലിൻ എന്റെ മകൻ എന്താണ് എന്റെ മുന്നിൽ നിന്ന് വേദന കൊണ്ട് പറയുമ്പോ എനിക്കത് സ്പർശിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വേദനയോടെ ചോദിക്കുന്ന സ്റ്റാലിൻ കാരൻവാസിന്റെ ചിത്രം ചരിത്രത്തിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഏതൊരു മനുഷ്യനും, എത്ര വലിയ മനുഷ്യനും, എത്ര വലിയ ഒരു മാനവത്തോ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ചെത്താൻ സമ്മാനിച്ച ആ മഹാമനുഷ്യൻ പോലും തന്റെ ജീവിതത്തിന്റെ ദുരന്തത്തിന്റെ, തന്റെ വേദനയുടെ, തന്റെ സങ്കടത്തിന്റെ മുമ്പിൽ അറിയാതെ കണ്ണുനീർപ്പെടുത്തേക്ക് വന്നു എന്നത് മനുഷ്യനൊരു സാധാരണ ജീവിതത്തിന്റെ ഉടമയാണ് എന്നതിന്റെ അടയാളമാണ്. ഇതൊക്കെ വെറും നൈമിഷികമാണ്. മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം, കുടുംബം നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ഈ ജീവിതത്തിനെല്ലാം പരിമിതികളുണ്ട് എന്നതാണ് ഈ ഭൂമിയുടെ മുകളിലെ ജീവിതത്തിന്റെ പ്രത്യേകത. അവിടെ വേദനകളുണ്ട്, ഇവിടെ യാഥാർത്ഥ്യങ്ങളുണ്ട്, ഇവിടെ രോഗങ്ങളുണ്ട്, ഇവിടെ ഘടനാകുകളുണ്ട്, ഇവിടെ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഭരിക്കുന്ന ഒരു ലോകത്താണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇവിടെ ഒരിക്കലും ജീവിതത്തിന്റെ സുഖം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഒരാൾക്കും ജീവിതം എന്നതിന്റെ സുഖം എന്താണ് എന്ന് ആസ്വദിക്കാൻ ഭൂമിയിൽ കഴിയില്ല. അവന്റെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ കഴിയുന്ന, അവന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താ എന്ന് തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതം അതും മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മെ അടിക്കടി ഓർമ്മിപ്പിക്കുന്നു. ഇതുവരെ പ്രസംഗം ചിലപ്പോൾ പൊക്കമില്ലാത്ത പൊക്കമുള്ളതുകൊണ്ട് ഇത്രയും എടുത്തിട്ട് ഇല്ല, വേണ്ട, ഈ സ്റ്റാൻഡപ്പ് അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ സദ്യക്ക് ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഇരിക്കും. ഈ സദസ്സിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശ്രദ്ധ രക്ഷിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാനവരാശിയോട് ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. ഖുർആന്റെ ആ ചോദ്യത്തിന്റെ പ്രസക്തി
ഖുർആന്റെ അർത്ഥത്തിൽ പ്രസക്തിയുടെ കാരണം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തിൽ നടത്തിയ വിപ്ലവം ലോകത്തിൽ ഒരു ഖുർആൻ ഒരു ഗ്രന്ഥത്തിന് സാധിക്കാത്ത വിപ്ലവമാണ്. അറിയുമല്ലോ, ഖുർആന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ബഖറ, നാൽക്കാലി എന്നാണ് അതിന്റെ അർത്ഥം. ഓതി ഏറ്റവും അവസാനത്തെ അധ്യായത്തിന് മനസ്സിലാക്കാൻ പേര് വെച്ചത് സൂറത്തുൽ നാസ്, മനുഷ്യനെന്ന്. ആദ്യത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ഖാഫിയ, ഖുർആന്റെ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ അധ്യായത്തിന് നാൽക്കാലി സൂറത്തുൽ ബഖറ, സ്വർഗത്തിന്റെ പേര് വെക്കാൻ കഴിയാത്തത് കൊണ്ടില്ല, നരകത്തിന്റെ പേര് വെക്കാൻ കഴിയാത്തത് കൊണ്ടില്ല സൂറത്തുൽ ബഖറ നാൽക്കാലി. 114 അധ്യായത്തിൽ ഖുർആൻ എന്ന മഹത്തായ വിശ്വസനീയ ഗ്രന്ഥത്തിന് പരിസമാക്കുന്നു. അവസാനത്തെ അധ്യായത്തിൽ അല്ലാഹു പേര് കൊടുത്ത സൂറത്തുൽ നാസ്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ലോകത്ത് സാധിച്ച വിപ്ലവം അതാണ്. പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ നാൽക്കാലിയേക്കാൾ അധഃപതിച്ചു പോയ മനുഷ്യനാണെങ്കിൽ അവൻ പാരായണം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു യഥാർത്ഥ മനുഷ്യനായി രൂപാന്തരപ്പെടുക. അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് പറഞ്ഞ ഇത്രയും മഹിതമായ ഒരു സമവാക്യം, നാൽക്കാലിയുടെ മൃഗത്തിന്റെ പോലും പുതിയ ദൈവത്തെ കടന്നു പോകുന്ന അശ്ലീലത്തിന്റെയും ആവാസത്തിന്റെയും അനാവശ്യത്തിന്റെയും അനാചാരത്തിന്റെയും ആസുരഭാവമായി മാറുന്ന മനുഷ്യനെ ഖുർആൻ പാരായണത്തിൽ അവസാനിക്കുമ്പോൾ ഒരു മനുഷ്യനായി കാണാൻ കഴിയുന്ന ഏറ്റവും വിപ്ലവത്തിന് നിലനിർത്തിയ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറഞ്ഞത് ഒരു മനുഷ്യനായി ജീവിക്കാനാണ്. നീ ഒരു മനുഷ്യനെ പോലെ, ഒരു നല്ല മനുഷ്യനെ പോലെ ജീവിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചത്, മനുഷ്യ ആകാശത്തുകൂടി പക്ഷിയെ പോലെ പറക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്, ഭൂമിയിൽ രണ്ട് കാലിൽ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന്. ഇത് വിവേകാനന്ദന്റെ ചോദ്യമാണ്. ഇന്ന് വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവുമൊക്കെ കണ്ണാടി ചില്ലുകളിൽ അടക്കപ്പെട്ടവരും വിഗ്രഹങ്ങളായി മാറുകയും അവരുടെ ദർശനങ്ങൾ ലോകത്തിൽ അവർ പറഞ്ഞെടുത്ത് തന്നെ കുടിച്ചിടുകയും ചെയ്യുന്ന സമകാലീന ദുരന്തത്തിന്റെ മുമ്പിൽ ഒരാൾ ചർച്ചയിൽ കയറിയത്രേ. അയാളെ പിടിച്ച് വെള്ളക്കാരെ പിടിച്ച് പുറത്താക്കി. അയാൾ വല്ലാതെ കരഞ്ഞ് വിഷണ്ണനായി പള്ളിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് ഒരാൾ കരയുന്നു. അപ്പോൾ ചോദിച്ചു അത്രേ, നിങ്ങൾ ആരാണ്, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ കറുത്തവനായതുകൊണ്ട് വെള്ളക്കാരന്റെ ചർച്ചിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കി, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അപ്പോൾ അയാൾ ചർച്ചിന് മുമ്പിലിരുന്ന് കരയാൻ ഇയാൾ ചോദിച്ചു അത്രേ, നിങ്ങളാരാ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ അവരെ പറഞ്ഞു അത്രേ, നിന്നേക്കാൾ മുമ്പ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത അന്ന് തന്നെ എന്നെ അതിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയതാണ്, അത്രയ്ക്ക് വലിയ ഹതഭാഗ്യനാണ് ഞാനെന്ന്. അപ്പോൾ കരഞ്ഞാൾ ചോദിച്ചു അത്രേ, നിങ്ങളുടെ പേരെന്താ? അയാൾ പറയുന്നു, എന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. മുഹമ്മദ് നബിയെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രീനാരായണഗുരുവിനെയും യേശുക്രിസ്തുവിനെയും വീടിനും എഴുതുവെക്കുവാൻ ആരാധനാലയങ്ങളിൽ ഇവിടെയെങ്കിലും പ്രകമ്പനം കൊള്ളിക്കാനുള്ളതായി മാറുകയും അവരുടെ ദർശനങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നിനക്ക് കഴിയാത്തത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യനാണ് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മനുഷ്യരില്ലേ എന്ന്. ആ ചോദ്യത്തിലാണ് മറുപടി കൊടുക്കുന്നത്. ധാരണമായ വാർത്തകളെ കേൾക്കുമ്പോ എനിക്ക് 9 മാസമോ 10 ദിവസവും ഗർഭാശയത്തിന്റെ ചുവന്നുകൊണ്ട് കിടന്ന് 140 ആസ്തികൾ ഒഴിഞ്ഞ ഏത് വേദനയാണതിന് സമാനമായ പ്രസവവേദന സഹിച്ചതിനെ പ്രസവിച്ച, പിന്നീട് പാതിരാത്രി ഉറക്കമുണർത്തുകൾക്ക് പാലിച്ചു വളർത്തിയ, മരത്തിലേക്ക് ചെങ്കുമ്പുകളിലേക്ക് ചുണ്ടനം കൊണ്ടതെന്ന് പ്രിയപ്പെട്ട മാതാവിനെ ആരില്ലാത്ത സമയത്ത് കരത്തിൽ കുരുക്കുളത്ത് ശ്വാസം ഒപ്പിച്ച് ബലപ്പെടുത്തി മരിച്ചു കിടക്കുന്ന മാതാവിനെ മാനവം ചെയ്യുന്ന മക്കളുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തെന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്നത് ലണ്ടന്റെ കടയല്ല, സാൻ ഫ്രാൻസിസ്കോയുടെ കടയല്ല, ഇതിന്റെ യൂറോപ്പിന്റെ കടയല്ല. മാതാവിനെ കിടത്തുകൊടുത്ത് കിടത്തുനിരിച്ച് ബലപ്പെടുത്തി ആ മരിച്ചു കിടക്കുന്ന മാതാവിന്റെ മുകളിലേക്ക് വികാരത്തോടെ കാമത്തോടെ പറന്നു കയറുന്ന മക്കളെ കാണുന്നു. ഇത് ലോകത്തിന്റെ ഇവരെങ്കിലും സംസ്കാരശാസ്ത്ര ജനതയുടെ കടയല്ല. എപ്പോഴാണ് മാതൃദേവോഭവ, മാതാവിൽ ദേവിയെ പോലെ കടകാൻ കാരണമെന്ന് പറഞ്ഞ് ആശീർവാദത്തിന് നടുവിലാണ് തന്റെ ചെഞ്ചുകൾ ഉത്തരം നൽകുന്ന മാതാവിന്റെ അധരങ്ങളിലേക്ക് കാമത്തോടെ പറന്നു കയറുന്ന മക്കളെ കാണുമ്പോൾ ലോകം മുഴുവൻ ഏറ്റവും അധാർമികതയുടെ അടപ്പുകളത്തിന് അധവഭാവ തലങ്ങളിലേക്ക് കൂട്ടുമുട്ടുമ്പോൾ ലോകം മുഴുവനും ഭക്തി എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് അവന് മേൽവിലാസം മാത്രമായി മാറുമ്പോ ഇവരൊക്കെ ദൈവവിശ്വാസികളല്ലേ? അതെ,
ഇവരൊക്കെ ഈശ്വര വിശ്വാസികളല്ലേ? അതെ, ഇവരൊക്കെ പള്ളിയിൽ പോകുന്നവരല്ലേ? ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരാളെ കുറിച്ചിട്ട് അയാൾ പെരുന്നാളിന് തൊട്ടുകൊണ്ടുള്ള ദിവസം 4 വയസ്സും 2 വയസ്സുമുള്ള പ്രിയപ്പെട്ട മക്കൾ പെരുന്നാളിന്റെ വർഷത്തിന് വേണ്ടി കൊഞ്ചിയപ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ തന്റെ കൂട്ടലിന്റെ മുൻപാകെ തുരുത്തി, ഭാര്യയെ പുറകുപാകെ തുരുത്തി, റമദാനിന്റെ ദിവസം കോഴിക്കോടങ്ങാടിയിൽ പോയി പുതുവസ്ത്രം എടുത്തു കൊടുത്ത് തങ്ങളുടെ പിതാവ് കയ്യിൽ വെച്ച് കൊടുത്ത പുതുവസ്ത്രം എടുത്തുകൊണ്ട് നാളെ പെരുന്നാളിന് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പെരുന്നാളിന് കൈകളിൽ മൈലാഞ്ചി വെച്ച് പോകുന്ന നാളത്തെ രാത്രി സ്വപ്നം കൊണ്ടുവന്ന 4 വയസ്സും 2 വയസ്സുമുള്ള മക്കളെയും പുറകെ തന്നെ വിശ്വസിച്ചുകൊണ്ട് കൈയിലേകൾ കൊണ്ട് വയലിലേക്ക് കെട്ടിപ്പിടിച്ചിരുന്ന ഭാര്യയെയും 6 മണിയാണ് പാതിരാസമയത്തിൽ കൂട്ടനിരത്തിൽ കൊണ്ട് പുറത്തിലേക്ക് കൊണ്ടുപോയി പുറയിലേക്ക് തള്ളിയിറക്കി. ആ പുറയിൽ കിടന്നുകൊണ്ട് 2 വയസ്സും 4 വയസ്സുള്ള കുഞ്ഞുമക്കൾ അവസാനത്തെ ശ്വാസം എന്ന് വിളിക്കുന്നു. തന്റെ ഭാര്യയെയും എന്റെ മക്കളെയും നദിയിൽ മുക്കിക്കൊന്ന മനുഷ്യൻ, അയാളുടെ പേര് എന്നാണ് മനുഷ്യന്റെ പേര്. എന്തിനും 2ാമത് വിവാഹം കഴിക്കാൻ അനുവാദം ചോദിച്ചപ്പോ തടസ്സം എന്ന ഭാര്യയെയും മക്കളെയും തന്റെ ലൈംഗികമായ ചേഷ്ടകൾക്കും കാമഭ്രാന്തിനും തടസ്സം നിന്ന മക്കളെയും ഭാര്യയെയും മുക്കിക്കൊന്ന അയാൾ ആ നാട്ടിലെ തോന്നില്ല. അയാളൊക്കെ കണ്ണുകെട്ട് മക്കളുമായിരുന്നില്ല. അന്ന് അയാൾ മുസ്ലിംസ് നിന്നു. അന്ന് മകരിവിന്റെ സമയത്ത് റമദാനിന്റെ 29-ാം നാൾ അന്ന് മകരിവിന്റെ വാക്കുകൾക്കുമ്പോൾ നോമ്പുകാരനായി പള്ളിയിൽ ഇരുന്നുകൊണ്ട് താരക്കയും കയ്യിൽ വെച്ച് അല്ലാഹുമ്മലക സുന്ദു വബിക ആമന്തു വഅലൈക തവക്കൽതു വഅലാ റിസ്കിക അസ്തഗ്ഫു. പരസ്പരനെ നിന്നെയാണ് ഞാൻ വരവേൽപ്പിച്ചത് എന്ന് പറഞ്ഞ് നോമ്പ് പിടിച്ചവൻ അന്ന് സുബഹി നമസ്കരിച്ചവൻ എന്റെ അയാളുടെ മതം, അയാളുടെ ഭോജനം, അയാളുടെ ചിന്ത എന്തുകൊണ്ട് അയാളുടെ മനസ്സിലേക്ക് രൂപമുള്ളതായില്ല എന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ ഒരു മറുപടി വേണ്ടേ? അപ്പൊ നിസ്കാരത്തകമ്പുള്ളത് കൊണ്ട് ഒരാൾ ഏറ്റവും നല്ലൊരു മനുഷ്യനാകണം എന്നതിനർത്ഥമില്ല. നിസ്കാരത്തകമ്പ് പാർക്കമില്ലാത്തത് ബാംഗ്ലൂരിൽ ഒരു സൈസ് നമ്മുടെ പള്ളിയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഒരു നേരം നിസ്കരിച്ച തകമ്പുറപ്പാണ്. ആരും ചിന്തിക്കേണ്ട. കേരളത്തിലെ ഏറ്റവും വലിയ മദ്യദുരന്തം നടത്തിയ ആളാണ് മണിച്ചൻ. ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്. ആരാണ് മണിച്ചൻ? മണിച്ചൻ എല്ലാ വർഷവും ചിറയങ്കീരി ശർക്കര ദേവി ക്ഷേത്രത്തിൽ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുന്ന ആളാണ്. മനുഷ്യൻ ഈശ്വര വിശ്വാസിയല്ല എന്ന അഭിപ്രായമില്ല. അദ്ദേഹം ഭൗതികവാദിയല്ല. ഇനി ആരാണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? മതം എന്നത്, വിശ്വാസം എന്നത്, ആരാധന എന്നത് തൊലിപ്പുറത്തെ അടയാളമായി മാറുകയും ഹൃദയാന്തരങ്ങളിലേക്ക് വിശ്വാസങ്ങൾ സ്വാധീനിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ഏറ്റവും വലിയ നരാധമനാകുന്നത് എന്നത് ചരിത്രമാണ്. തൊപ്പി വെച്ചതുകൊണ്ട് മാത്രം ഇത് ആർക്കും വെക്കാം, ഈ തകമ്പാർക്കും ഉണ്ടാവാം. പക്ഷേ ഇതിന്റെയൊക്കെ ഉള്ളിൽ നമ്മെ ജീവിതത്തിൽ നൈതികതയിലൂടെ, ധർമ്മത്തിലൂടെ, സത്യത്തിലൂടെ, വെളിച്ചത്തിലൂടെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നിത്യവസ്തുതയുണ്ട്. ആ വസ്തുത നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്നെ വിചാരണ ചെയ്യപ്പെടുമെന്ന ഒരു നൈതികതയുടെ പരലോകത്തിൽ നിന്ന് മനുഷ്യനില്ലാത്തിടത്തോളം കാലം ലോകത്ത് പിന്നീടൊന്നും ഒരു ധാർമ്മികതയും ഉണ്ടാവില്ല. അതൊരു വിദ്യാഭ്യാസത്തിനും കഴിയില്ല. ഈ TMC സ്ക്വയർ എന്ന ജഗപരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിൽ സഖ്യകക്ഷികൾ ബോംബാക്രമണം നടത്തിയത്. താൻ പിടിച്ച സാങ്കേതികതയിലൂടെ രണ്ടാമതൊരു മഹായുദ്ധത്തിലെ ശിരസിട്ട കബന്ധങ്ങൾ കൊണ്ട് മനസ്സ് ബന്ധപ്പെടാണ്. ആകട്ടെ പറഞ്ഞ ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ശാസ്ത്ര ചെരുപ്പുകുത്തിയായി എനിക്ക് ജന്മം തന്നാലും ഒരു ശാസ്ത്രജ്ഞനായി എനിക്ക് നീ ജന്മം നൽകരുത് എന്ന ഐശ്വര്യം വിരമിക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ അവന്റെ വിദ്യാഭ്യാസം മനുഷ്യനെ കൊന്നെടുക്കുന്ന ഭാവത്തേക്ക് പോയപ്പോഴാണ്. ഇതിന്റെയൊക്കെ ചിന്ത ഞാൻ നെറ്റിപ്പരത്തി പറയുന്നില്ല, സമയം വേറെ വൈകിപ്പോയി. നിങ്ങൾ വളരെ കയറിക്കാൻ. അപ്പോ യഥാർത്ഥത്തിൽ ഈ ചിന്തയുണ്ടാവേണ്ടത് പരലോകമെന്ന ചിന്തയുണ്ടായാലേ ഒരു മനുഷ്യന് നന്നാകാൻ കഴിയൂ. അല്ലെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിയാർക്കുമാകാം, മുക്കുറിക്കുമാവാം, ആർക്കുമാവാം. നിക്ഷേപ തട്ടിപ്പ് നടത്തിയാൽ, ഓഹരി കുംഭകോണം നടത്തിയാൽ നിങ്ങളെപ്പോലെ തലപ്പാവുള്ള മുസ്ലിയാരാണല്ലോ എന്ന് തിരിച്ചു ചോദിച്ചാൽ മുസ്ലിയാരുടെ പിന്നെ ഹൃദയമാണ് നന്നാവേണ്ടത്. അള്ളാഹു നമ്മളെ അവരെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളവിടെ എത്തിക്കുമാറാകട്ടെ. ആമീമറ മനുഷ്യന്മാരെ, നമ്മൾ മുഖം നന്നാക്കാൻ എടുക്കലാണ്. ആ മുഖം നന്നായതുകൊണ്ട് കാര്യമില്ല. ചങ്ങമ്പുഴ പറഞ്ഞതുപോലെ രാവിലെ കണ്ണാടിയിൽ നോക്കിയിട്ടൊന്ന് മനസ്സിൽ ചോദിക്കണം,
ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കിയാൽ ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ എന്ന്. സ്വന്തം മുഖമാണ് കാണട്ടെ, മറ്റൊരുത്തന്റെ മുഖത്തല്ല. കണ്ണാടിയിൽ നോക്കിയിട്ടൊന്നും മനസ്സിലൊന്ന് നല്ല പുറമുറുക്കണം. ഞാനൊരു ഗന്ധർവനോ സൂക്ഷിച്ചു നോക്കിയാൽ ഞാനൊരു അത്യുഗ്ര വേതാളമല്ലേ. എന്റെ മുഖത്തിന് നല്ല ഗന്ധർവന്റെ സൗന്ദര്യമുണ്ടെങ്കിലും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, എന്റെ പ്രവൃത്തികളിൽ, എന്റെ രഹസ്യങ്ങളിൽ ഞാനൊരു വേതാളത്തിന്റെ സ്വഭാവമല്ലേ കാണിക്കുന്നത് എന്ന് മനസ്സാക്ഷിയിലേക്ക് വിരൽ ചൂണ്ടാൻ കഴിയുന്ന ഒരു ആത്മീയ പരിവർത്തനത്തിന് മാത്രമേ പരലോക ചിന്തയിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അള്ളാഹു ആ ചിന്തയിലേക്ക് നമ്മൾ, ആ ചിന്തയെങ്കിൽ ആ ചിന്ത ഭൂമിയിൽ നിന്ന് തുടങ്ങണം. എങ്ങനെ വേണ്ടത്? ഇവിടെയാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച് ആ ചോദ്യം ധാരാളമായി നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. സർക്കാർക്ക് ഇരിക്കാൻ സൗകര്യമില്ല, കസേര എടുക്കാൻ നേരത്തെ എടുക്കല്ലേ. ഒരു സദസ്സ് നടത്തുമ്പോൾ ആ സദസ്സിൽ എത്ര കസേര ഇട്ടോ അത് ആ സംഘാടകരുടെ ആത്മവിശ്വാസമാണ്. ഇവിടെ ഇത്ര പേരെത്തും. ആ കസേരയുടെ എണ്ണമാണ് സംഘാടകരുടെ ആത്മവിശ്വാസം കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ എത്തുമ്പോഴാണ് വീണ്ടും കസേര വേണ്ടി വരുന്നത്. അപ്പൊ ഇത് സംഘാടകരുടെ കണക്കുകൂട്ടൽ ഈ കസേരയുടെ എണ്ണാണ്. എത്രയും പേര് ഇവിടെ എത്തും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മൈക്കൊന്നുകൂടി ഒന്ന് ബേസ് ഉപയോഗിച്ചിട്ട് കിട്ടില്ല. MLA ക്ക് സംസാരിക്കാനൊക്കെ ഇത്രയും മതി. പക്ഷേ എനിക്ക് കുറെ ലോങ്ങുള്ളതും ഇത്തിരി അദ്ദേഹം ദുബൈയിൽ നിന്ന് നേരെ വീട്ടിൽ പോലും എത്താതെ ഇവിടെ നമ്മുടെ സദസ്സിൽ വന്നതാണ്. അതിന് നന്ദി. അവരാരും പറഞ്ഞില്ലെങ്കിൽ ഞാനതിന് നന്ദി രേഖപ്പെടുത്തും. കാരണം അതൊന്നും പറയാനുള്ള സമയം ഉണ്ടായില്ല. ഞാൻ വളരെ ശ്രദ്ധിക്കുകയും ചാനൽ ചർച്ചകളിലൊക്കെ ഞാനെപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നിനും പരിചയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചർച്ചകളൊക്കെ അപ്പൊ നിങ്ങൾക്ക് നല്ല ചിന്തയുണ്ടാകും. മുസ്ലിം ടി വി ഒക്കെ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്, ഇല്ലാന്നില്ല. ഇല്ലാന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. ഇപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത പള്ളിയിലെ മുസ്ലിയാരും മുക്രിയും പല സൂപ്പർ വൈറ്റും പകുതി മുക്കി ഒരു ജുബയും അപ്പോൾ വാലത്തിൽ നീട്ടു വിട്ടു പിന്നെ ദുനിയാവ് തിരിയാത്ത ഒരാളാവണമെന്ന നാം തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു വട്ടത്തിന്റെ ഉള്ളിൽ പള്ളിയിലെ ഇമാമിനെ കുളിച്ചിരുന്നതാണ് നമ്മുടെ സമുദായത്തിനെ പറ്റി ഏറ്റവും വലുത്. നമ്മൾ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു പത്മയോഗമുണ്ട് പള്ളിയിലെ ഇമാമിന്. ആ ഇമാമിന് നമ്മൾ അവിടെ അതിന്റെ വരയ്ക്കപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. പട്ടത്തിൽ ബിഷപ്പ് ഹൗസ് ഉണ്ട്. 40 ഏക്കറിന്റെ ഉള്ളിലാണ് ബിഷപ്പ് ഹൗസ്. അവിടെ ബിഷപ്പിനിരിക്കാൻ വലിയ കൊട്ടാരം, കാറ്, സഞ്ചരിക്കാൻ കാറ്, 40 പരിചാരകർ. അവരെ വിളിക്കുന്നതിന്റെ ഭദ്രാസനം മെത്രാപ്പോലീസാണ്. അതായി കഴിഞ്ഞാൽ പിന്നെ ആസനം ഭദ്രമാണ്. അത്രയ്ക്ക് നല്ല ക്രൈസ്തവ സമൂഹം അവരുടെ ആത്മീയ നേതൃത്വത്തോട് കാണിക്കുന്ന, പലപ്പോഴും നമുക്കൊരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ആ രീതിയിൽ അവർ കുറച്ചുകൂടി മുമ്പോട്ടാണ്. ആത്മീയ നേതൃത്വത്തെ അവർ അംഗീകരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, അവരുടെ കരിസ്മാറ്റിക് ധ്യാനം നടക്കുമ്പോ ആനപ്പാട്ടിന്റെ മുതലാളി വരെ കോടീശ്വരനും പാമരനും ഒക്കെ ഇവിടെ ഉണ്ടാവും. സ്വർണ്ണ ഇട്ട പെണ്ണും ഇല്ലാത്തതും ഒക്കെ ഇവിടെ ഉണ്ടാവും. അവിടെ അച്ഛൻ കൈയടിച്ചിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അവരെല്ലാം അടിക്കും. ഇങ്ങനെ ആട്ടാൻ വേണ്ടി ഇങ്ങനെ ആട്ടും, ചാടാൻ പറഞ്ഞാൽ ചാടും. അതിനവർക്കൊരു വൈമനസ്സിൽ അവർ അക്കാര്യത്തിൽ വളരെ മുമ്പോട്ടാണ്. നമ്മളിപ്പോഴും പള്ളിയിലെ കത്തീവ് ആമീൻ പറയാൻ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് സൗകര്യമുണ്ട് പറയുന്ന ആളുകളായി നമ്മൾ മാറിപ്പോയി. അല്ലാഹു നമ്മെ തരട്ടെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ നൈതികത പുറക്കണമെങ്കിൽ, ധാർമ്മികത പുറക്കണമെങ്കിൽ, സത്യത്തിന്റെ വെളിപ്പെട്ടോട്ട് നടക്കാൻ കഴിയണമെങ്കിൽ അല്ലാഹുവോട് വിശുദ്ധമായ ഖുർആനോട് സഹായത്തോട് പ്രസിദ്ധമായ ബോധ്യമുണ്ട്. ആ ബോധ്യം മറ്റൊന്നുമെല്ലാം ഫലവും ഫലപ്രാവശ്യമോ ഫലമെപ്പോഴും നമ്മൾ കേട്ടുവരികയില്ല. നമ്മൾ കരത്തുപോലെ എപ്പോഴും എല്ലാ വഴികളിലും എല്ലാ വിശ്വാസികളിലും ഇത്തരം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവോട് ഒരു ചോദ്യമുണ്ട്. അഫഹസിബും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അല്ലാഹുവിന്റെ ഖുർആനിലാണ് സമഗ്രഭാവലോകത്തോട് മാനവലോകമേ ഭൗതികമായ ലോകത്തിൽ നിന്ന് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിപ്പിച്ച ആ പ്രഭാവം നൽകിയ ലോകത്തേക്ക് നിങ്ങളെ പരിചയിച്ചുകൊണ്ട് ആ ഭൂമി നിങ്ങൾക്ക് ജീവനായി, ജീവിതമായി, കുടുംബമായി, മക്കളായി, സമൂഹം നിങ്ങൾക്ക് ജീവിക്കാനുള്ള സർവ്വ ആരോഗ്യങ്ങളെ സമച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് മൃഗാവിതായി നാളെ വിട്ടുവെന്ന് നിങ്ങൾ കരുതുകയാണോ? അവഹസിബും അന്നമാ ഖലഖനാകും അബസാ.
അല്ലാഹുവിന്റെ ഖുർആനിൽ തോന്നുകയാ വെറുതെ തമാശയായി വിനോദപ്രകൃതിയാണ് ഭൂമിയിലേക്ക് നിങ്ങൾക്ക് സിദ്ധപ്പ് നൽകിയവരുണ്ട്. ഈ ഭൂമിയിലൂടെ രാവിലെ സൂര്യോദയമാണെങ്കിൽ വൈകുന്നേരം സൂര്യാസ്തമയം ദർശിക്കുകയും ആ സൂര്യോദയ അസ്തമയങ്ങളുടെ ഇടയിലൂടെ തങ്ങളുടെ ദൈനംദിന ജീവിതങ്ങൾ തങ്ങളുടെ തടച്ചു വെച്ച ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകാനുണ്ട്. നിങ്ങളെ സിദ്ധിപ്പിക്കണമെങ്കിലും പരമപ്രധാനമായ ലക്ഷ്യമുണ്ടെന്നല്ലാതെ പറയുന്നത് ആ പരമപ്രധാനമായ ലക്ഷ്യമുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചതിന് ശേഷം ആദം നബിയോട് അവരോട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പോകാൻ പറയുമ്പോൾ ആ പറയുന്ന പോറ്റിപ്പോട് ആ പറയപ്പെടുന്ന ചൈത്രയാത്രയോട് അല്ലാഹു മാനവലോകത്തെ സ്വർഗത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് പരീക്ഷണത്തിന്റെ കടൽപ്പുറങ്ങളിലേക്ക് അല്ലാഹു പറഞ്ഞെടുത്തതിന്റെ കാരണമെന്താണ്? അല്ലാഹു പറയാ ഭൂമിയിലേക്ക് നിങ്ങളെ പറഞ്ഞെടുത്തതല്ല. ഒരു മറുപടി പറഞ്ഞിട്ട് ما يلفظ من قول إلا لديه رقيب عتيد. അല്ലാഹു പറയാവനക്കത് മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. ഇവിടെ ഒരിടത്തും അല്ലാഹു സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടില്ല. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു കളിമണ്ണിന്റെ സത്തയിൽ നിന്ന്. ആർക്കും അക്കാര്യത്തിൽ യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. പിന്നെ ആകെ അക്കാര്യത്തിൽ കളിമണ്ണിന്റെ സത്യത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന പരമസത്യത്തിൽ മനുഷ്യനീകരിച്ച സത്യത്തിൽ ആകെ സംശയം പറയുന്നത് ഡാർവിനാണ്. ഡാർവിന്റെ സംശയം ഭൂലോകം അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. കുരങ്ങിൽ നിന്നാണ് മനുഷ്യന്റെ പരിണാമമുണ്ടായതെന്ന ഒറിജിനൽ സ്പീഷീസ് ബേസിസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം വഴിയുള്ള ജീവിവർഗത്തിന്റെ ഉത്പത്തി എന്ന പുസ്തകത്തിൽ ഡാർവിൻ പറയുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യരുണ്ടായിരുന്നത്. ആ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ യഥാർത്ഥത്തിൽ ലോകം അംഗീകരിച്ചിട്ടുമില്ല. ഇവിടെ പടച്ചിറപ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബഹിരാകാശ പേടകത്തിൽ കയറ്റി ഭൂമിയിലേക്ക് വിട്ട് അവൻ കുറെ കഴിയുമ്പോ നീ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ട് അതോടെ അസ്ഥികൾ തുരുമ്പുകളായി അസ്ഥികൾ മണ്ണിലേക്ക് വിലയം പ്രാപിച്ച് അതോടെ നീ അവസാനിച്ചു എന്നല്ല. അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ ഒരു വലിയ ക്രമം വെച്ചിട്ടുണ്ട്. ആ ക്രമം അറിയുമ്പോഴേ നമ്മുടെ ജീവിതം ആ ഭൂമിയിൽ നിനക്ക് ഞാനൊരു നിരീക്ഷണവും ഏർപ്പെടുത്തി. അല്ലാഹുവിന്റെ നിരീക്ഷണം വളരെ നമ്മുടെ മുമ്പിലുണ്ട്. തെഹൽക്കയേക്കാളേറെ വീട്ടിനേക്കാളേറെ എപ്പോഴും നമ്മൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ വലയത്തിന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം. ഈ പരമാർത്ഥം പറഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു പരമാർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരട്ടെ. ഉറച്ചൂന്ന് എനിക്ക് തോന്നുന്നില്ല. ആമീൻ കേട്ട് അല്ലാഹു പരമാർത്ഥം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു തരട്ടെ. ഈ ഒരു ബോധമില്ലെങ്കിൽ ഇന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ ആകട്ടെ പ്രസംഗം എത്രയായാലും പ്രശ്നമില്ല. ഖൈറുൽ കലാമി മാക്കല്ല വദല്ല. അരോചകമാകും വിധം സുദീർഘമാകാത്ത അർത്ഥദ്യോതകവും ആശയസമ്പുഷ്ടവും അർത്ഥവൈകല്യമുള്ള പ്രഭാഷണമാണ് അത്യുത്തമം എന്നാണ് അർത്ഥവാക്യം. ഒത്തിരി ഒന്നും പറയണ്ട, അല്പം പറഞ്ഞാൽ മതി. ശുചായി ചോദിച്ചതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പം മാത്രം പോലെ, ബുദ്ധിയുള്ളവന് അല്പം പോലെ. അതല്ല ഇപ്പൊ എത്രമാത്രം പറഞ്ഞാലും. ഇപ്പൊ ജയിലിൽ കുറ്റവാളിയായി പിടിക്കപ്പെട്ടവർക്ക് ജയിലിൽ മോറൽ ക്ലാസ് ഉണ്ട്. അവിടെ ആളുകൾ എപ്പോഴും അവരോട് പറയും ഇത് മോട്ടിക്കുന്നെന്ന്. ജീവപര്യന്തം കഠിനതരം അനുഭവിച്ച് ഈ ക്ലാസ് എല്ലാം കേട്ടിട്ട് ഇറങ്ങി വന്നത് പിറ്റേ ദിവസം അവർ വീണ്ടും മോട്ടിച്ചു. അതിന്റെ അർത്ഥം എന്താ? അവൻ ആ പ്രസംഗം അത്ര ഒരു ഗുണമൊന്നും ചെയ്തിട്ടില്ല. ഈ ഗുണം ചെയ്യണമെങ്കിൽ ഈ ഒരു ബോധമുണ്ടാകണം. അല്ലാഹു പറയാ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിടുമ്പോൾ നിങ്ങൾക്കൊരു വലിയ നിരീക്ഷണ വലയം, നിങ്ങൾക്ക് കുറെ നിരീക്ഷകന്മാരെ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് നിരീക്ഷകൻ വരുമല്ലോ. ഇനിയിപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുക. എല്ലാ ചുവടുകളും ബുക്കിലായി കഴിഞ്ഞു. അതിന്റെ ആഴത്തിലാണ് ഇപ്പോൾ ആളുകൾ. ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ വരും. നമുക്കുള്ള നിരീക്ഷകരാരൊക്കെയാണ്?
നമ്മെ നിരീക്ഷിക്കുന്നവരാരാ? ഒന്നാമത്തെ അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയാ. മനുഷ്യ തെറ്റി ഭൂമിയിലേക്ക് പറഞ്ഞു വിടുമോ? നിന്നെ നിരീക്ഷിക്കാനുള്ള പ്രധാനമായ പ്രധാനമല്ലോ. അള്ളാഹു പറയാ, ആ ഭൂമിയെ തിരിച്ചറിയാനോ മനുഷ്യാവിന്റെ ഹൃദയാന്തരാവത്തിന്റെ ഉള്ളിലെ അനുമാനങ്ങൾ പോലും തിരിച്ചറിയുന്ന എന്റെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് ഞാനാ. ഇന്നറപ്പൊക്കെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് ലോകത്തുള്ള വിവിധ പ്രവചനങ്ങളാവട്ടെ ഓരോരുത്തരെയും മനസ്സിന്റെ ഉണ്ടാവുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ചിന്തകളും നമ്മുടെ കണ്ണികളുടെ ഒരു സുമത്വവും അറിയുന്ന എല്ലാ പരമരഹസ്യങ്ങളും അറിയുന്ന എല്ലാത്തിനെയും തിരിച്ചറിയാൻ കഴിയുന്ന എല്ലാ സത്യങ്ങളും തിരിച്ചറിയുന്ന നമ്മളെ അറിയുക. നമ്മുടെ അനക്കങ്ങളും നമ്മുടെ അനക്കങ്ങളും നമ്മുടെ ചേട്ടകളും നമ്മുടെ നിശ്ചേട്ടകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്താപങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ ആപ്പുകളും നമ്മുടെ വ്യാധികളും നമ്മുടെ രോഗവും നമ്മുടെ കടവും നമ്മുടെ നെടുവീർപ്പും നമ്മുടെ വിശ്വാസവും എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതൊക്കെയാണ് എല്ലാ മാറ്റങ്ങളും പാതിരാസമയത്തിന്റെ ഭാര്യയോട് വീട്ടിൽ കിടക്കുമ്പോൾ പാതിരാസമയത്തിന്റെ ശരീരത്തിൽ വേദന വന്ന ആ സമയത്ത് കൈകളിൽ പോട്ടി വിളിക്കട്ട എന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു പരിരംഭണെങ്കിലും കിടന്നുറങ്ങുന്നതിന്റെ ഭാര്യന്റെ തൊട്ടടുത്തുണ്ടെങ്കിലും ഭാര്യ അറിയുന്നതിന് മുമ്പ് ആദ്യം എന്റെ ഹൃദയത്തിന്റെ എന്റെ ശരീരത്തിന്റെ വേദന അറിയുന്നതാണെന്നല്ലോ. എന്റെ എല്ലാ അനർത്ഥങ്ങളെയും നിശ്ചയിക്കുന്ന അവനാണ് ആദ്യമറിയുന്നത്, അവനാണ് നീക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനല്ലേ. ويعلم ما في البر والبحر ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ആമനായ വകുപ്പിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ജീവിതത്തിൽ ധർമ്മത്തിന്റെ മത്സ്യപ്പെടുക്കണമെങ്കിൽ, ഒരാൾക്ക് നേരിട്ട് മത്സ്യപ്പെടുക്കണമെങ്കിൽ, അവൻ ജീവിതത്തിൽ നന്മയോടെ ജീവിക്കണമെങ്കിൽ ഒരേയൊരാഴത്തിന്റെ സൂത്രം അവൻ മനസ്സിലാക്കിയാൽ മതി. ഇതിന്റെ അർത്ഥം മൂത്തം പഠിച്ചാൽ മതി. അവൻ പിന്നെ തെറ്റുകയില്ല, അവൻ അധീനത്തിലേക്ക് കടന്നു പോവില്ല, അവൻ അധാർമികതയിലേക്ക് കടന്നു പോവില്ല. ഏറ്റവും പരമപ്രധാനമായ ആൾക്കാർ നാം ഓടിയത് ഒന്ന് പറയാ എല്ലാം അറിയുന്ന രഹസ്യത്തിന്റെ താക്കോല് പ്രവർത്തനത്തിന്റെ കയ്യില. അവനറിയാത്ത രഹസ്യമില്ല, അവനറിയാത്ത ചിന്തകളില്ല, അവനറിയാത്ത അനക്കങ്ങളില്ല. അവനാണെന്നവന് അള്ളാഹു മനുഷ്യനെ കൊണ്ട് സാധിക്കാത്തത് മനുഷ്യന്റെ സിദ്ധാന്തം സാധിക്കുമെന്ന് പരസ്പരം പറയാ. സർവ രഹസ്യത്തിന്റെ താക്കോലുള്ള കയ്യില. ഈ പാതിരാവിന്റെ നിശബ്ദതയില്, അതായത് 2015 സെപ്റ്റംബർ 20 പാതിരാത്രി 11 മണിക്ക് തിരിയുന്നായ ആദിത്യമാതിരി ആലപ്പുഴ വലിയകുളത്ത് സമാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഞാൻ നിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമനത്തിന്റെ താഴ്ഭാഗത്ത് ഗോമനിചാരികത്തിൽ നിൽക്കുന്നത് പോലെ ചാരിവെച്ചിരിക്കുന്ന 3846 ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തീർണമുള്ള കേരള സംസ്ഥാനത്തിന്റെ തീരദേശ പ്രദേശമായ ഏറ്റവും വലിയ ജില്ലയായ ആലപ്പുഴ ജില്ലയിലെ വലിയ കുളത്ത് സെപ്റ്റംബർ 2015 സെപ്റ്റംബർ 20 11 മണിക്ക് ഈ വിനീതനായ ആദരശീർവാക്കളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകളെ ഓരോരുത്തരമായ യൂറോപ്പിലെ ബ്രസീലിലെ ആമസോൺ നാടുകള് ഏറ്റവും ഉയർന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന വിശ്വമായ സ്വർഗയാമത്തിന്റെ മുകളിൽ നിന്ന് ആ ഇടതൂന്ന് നിൽക്കുന്ന നിബിഡവനത്തിന്റെ മുന്നിലുള്ള പരിവനത്തിൽ നിന്ന് ഒരു കരികളെങ്ങാനും
സമയത്ത് താഴോട്ട് വീണാൽ അതിന്റെ പരസ്പരപരിയാറ് താഴെയില്ല, അതിന് അല്ലാഹു അറിയാതെ സംഭവിക്കുകയില്ല. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ധാന്യമയ താഴേക്കുകയില്ല. ആനപ്പുരയിൽ നിത്യസുന്ദരിയെ പോലെ തലയാറ്റി നിൽക്കുന്ന കൂട്ടകാരൻ പാടങ്ങളിൽ ഈ പാതിരാ സമയത്തതിന് നിറഞ്ഞു നിൽക്കുന്ന നെരുക്കതിരികളുടെ ഇടയിൽ നിന്നൊരു നെന്മണിയെന്നാലും ആ തണുപ്പ് ഭാഗത്തേക്ക് ഇതേ സമയത്ത് താഴോട്ട് വീണ ഇല്ല അതിന്റെ പരസ്പരപരിയാര താഴെയില്ല. എല്ലാം അവന്റെ ഇരുന്നുണ്ട്. പരസ്പരത്തിന്റെ കീഴില് എല്ലാത്തിനെയും അറിയുന്ന രണ്ടറപ്പ, എല്ലാത്തിനെയും ജീവിക്കുന്ന രണ്ടറപ്പ. ഏത് സമയത്ത് ഞാൻ എഴുന്നേറ്റ് പോകുമ്പോ, നടന്നു പോകുമ്പോ, ഉറങ്ങുമ്പോ, ഉറക്കമരുമ്പോ, ആ സമയത്തൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്ന ആ നിരീക്ഷകനാരെന്നറിയോ? അത് മറ്റാരുമല്ല, എന്റെയും നിങ്ങളുടെയും എല്ലാത്തിനെയും ശിക്ഷിച്ച് സംഭരിച്ച് പരിപാലിച്ചു പോകുന്ന പരസ്പരത്താണ് നമ്മുടെ നിരീക്ഷകര്. അതുകൊണ്ടാണ് പാതിരാസമയത്ത് സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടിയുടെ മുമ്പിലേക്ക് സമയസമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരമായി വാങ്ങിച്ച ഒരു ദീനാറിന് പകരമായി ശരീരത്തിന് വില പറഞ്ഞിട്ട് ശുദ്ധനായ ചെറുപ്പക്കാരൻ ആ പ്രവൃത്തിയെ പാതിരാസമയത്ത് കിടപ്പയിലോട്ട് കിടന്നു വരുമ്പോ നിസ്സഹായയായ പെണ്ണ് രാവിലെ തന്റെ പ്രിയപ്പെട്ട പൈതൽ കിടന്ന് പട്ടിണിയുടെ പരിവട്ടത്തിന് പൊട്ടിക്കലഞ്ഞപ്പോ ഒരു ദീനാറുമായി കിട്ട ഒട്ടിക്കച്ചനം വാങ്ങിക്കൊടുത്തതിന്റെ പ്രതിഫലമായി ശരീരത്തിന് നിലപറയുമ്പോ പാതിരാവിന്റെ നിശ്ചിതയില്ലാ ചെറുപ്പക്കാരൻ ആരോഗ്യമില്ലാത്ത മുന്നിലേക്ക് വന്ന് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തന്റെ ലൈംഗിക ഭൂമി എന്ന പിന്നീട് പറന്നു കയറാൻ ശ്രമിക്കുന്നത്. ആ ഭൂമിയുടെ ശരീരം വിയർക്കുകയാണ്. ആ ഭൂമിയുടെ ശരീരത്തിന് വേർപ്പുകണെന്ന് അവളുടെ ശരീരത്തിന് നിലമ്പുകളെ തുസിക്കാൻ തുടങ്ങി. എന്തോന്നും പേടിച്ചതുപോലെ അവൾ വേറെ കൂട്ടത്. ഇതൊന്നും എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാർക്ക് മനസ്സിലാകുമെന്നില്ല. അലക്കിരിപ്പോൾ തനിമത്തത്തിന്റെ കളർ പോലെ തിരിച്ചറിയുന്നത് ആവാസത്തിന്റെ നടുവിലേക്ക് നഗ്നതയാണ് പുതിയ ലോകത്തിന്റെ കാഴ്ചപ്പാടെന്ന് കരുതുന്ന ശ്വാനസൗന്ദര്യ പ്രദർശന മത്സരത്തിന് സമ്മാനം വാങ്ങിച്ച് കുമറേറിയ പട്ടിക്കുഞ്ഞുങ്ങളെ മരുത്തത്തിലേക്ക് പാലൂട്ടി കിട്ടുന്ന സമ്മാനവുമായി കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ സൗകര്യ 12 ലക്ഷത്തെ ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടിയറിയുന്ന അഭിനവലോക ഫെമിനിസത്തിന്റെ വക്താക്കളുടെ നടുവ് പെണ്ണുകളെ ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുന്ന വിവേകത്തിന്റെ ബുദ്ധിയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമൃദ്ധിയുടെ പാതിരാസമയെ തിരിച്ചിന് മാത്രം സാക്ഷിയാക്കി കൂട്ടിയിട്ട ഊന്നിന്റെ ഉള്ളിൽ യൗവനത്തിന് നിലകുടമായ പെണ്ണിന്റെ ശരീരത്തിലേക്കൊരു പരപുരുഷൻ ആരോഗ്യമുള്ള പുരുഷൻ പറന്നു കയറുമ്പോൾ ഏറ്റവും വലിയ ശരീരത്തിന്റെ സുഖമല്ല, ശരീരം മുഴുവനും പേടത്തിന് മുങ്ങിക്കൊള്ളിച്ചിട്ട് ദാരീരത്തുള്ള മുഴുവനെ തസിച്ചു മാറുക. അവളുടെ ശരീരങ്ങളെന്ന് വിളക്കുകയാ. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, പെണ്ണി ആരോഗ്യക്കൊണ്ടൊരു സമ്മോഹനം മുഹൂർത്തത്തിലെത്തുമ്പോ എന്തേക്ക് പറ്റിയെന്ന് ചോദിച്ചത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി ചെറുപ്പക്കാരാ എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്റെ അല്ലാഹുവിനെ പേടിയാ, എനിക്ക് നരകം പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ. നാളെ പടച്ചവത്തിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട അവസ്ഥ എനിക്ക് പേടി. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ാവിനെ തരുന്നില്ല, നമ്മളെ ആരും കാണുന്നില്ലല്ലോ പെണ്ണ്. ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടിയാണ് ചെറുപ്പക്കാരാ बंद कर डाला लेकिन बंद न हो गई इकदर खुदावारा कहीं न लगी है प्रेम सब दरवाज़ा बंद कर डाला लेकिन बंद न हो गई इकदर खुदावारा
ചെറുപ്പക്കാരാണ് നീ പറഞ്ഞത് ശരിയാ, എല്ലാ വാതിലുകളും നീ പരിവിട്ടു, എല്ലാ ജനാലകളും നീ കുത്തിയിട്ടു. പക്ഷേ പഴുതുകൾക്കിടയിലൂടെ പഴുതുകൾ കണ്ടെത്തുന്ന പടച്ചമത്തിന്റെ വാതിലടക്കാൻ അർദ്ധരാത്രിയുടെ ഗർഭവാസത്തിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയുന്ന അല്ലാഹ് വാതിലടക്കാൻ നോക്കി കഴിഞ്ഞിട്ടുള്ളത്. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നില്ല ചെറുപ്പക്കാരാ, ആര് കണ്ടില്ലെങ്കിലും ആരും കാണാതെ പാതിരാത്രിയുടെ നിശബ്ദതയിൽ നീയും നിന്നെ പ്രാപിച്ച പെണ്ണുമല്ലാതെ മൂന്നാമതൊരാൾ സാക്ഷിയില്ല. അന്ധകാലത്തിന്റെ നിശീതിരിയുടെ നിശബ്ദതയിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാണുന്ന റബ്ബിനെ ഇന്ന റബ്ബക ആദ്യത്തെ നിരീക്ഷകനായ കാലുകളിൽ ഏത് സമയത്ത് ഞാൻ എന്ത് ചെയ്താലും എന്റെ അല്ലാഹു എന്റെ നിരീക്ഷണത്തിലാണ് ഞാനുള്ളതെന്ന്, എന്റെ യജമാനന്റെ നിരീക്ഷണത്തിലാണ്. യജമാനുണ്ടെങ്കിൽ അടിമക്ക് ഉടമസ്ഥന്റെ നിരീക്ഷണത്തിന്റെ കീഴിലാണെന്ന്, യജമാനന്റെ നിരീക്ഷണത്തിന്റെ കീഴിലാണെന്ന് അടിമക്ക് തെറ്റിക്കാൻ കഴിയുമോ? അങ്ങനെ ഉടമസ്ഥനെ കുറിച്ച് ഒത്തിരി അടിമമാറി നിൽക്കുന്ന എന്റെ ഏറ്റവും വലിയ നിരീക്ഷകൻ എന്റെ അല്ലാഹ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ഞാനാണ് നിന്റെ ആദ്യത്തെ നിരീക്ഷകൻ. വെറുതെ പറഞ്ഞു വെച്ചുകൊണ്ട് കരുതണ്ട, എന്നെ സൃഷ്ടിച്ചു. ഒന്നാമത് നിന്നെ നിരീക്ഷിക്കുന്നത് ഞാൻ. രണ്ട്, സമയം കുറവാൻ പെട്ടെന്ന് കേട്ടു, കുറെ പറയാനുണ്ട്. രണ്ടാമത്തെ നിരീക്ഷകൻ പരലോകത്തെ കുറിച്ചുള്ള ചിന്ത. നിങ്ങൾ മരിച്ചു, സിറാത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് കഥയില്ല. ഇവിടുത്തെ തർത്തീമാണ് പരലോകത്ത് വിചാരണക്ക് വരിക. രണ്ട്, എവിടെ ഇരുന്നാ നിരീക്ഷിക്കുക? നമ്മൾ CCTV ക്യാമറ ഒക്കെ വെച്ചിട്ട് എല്ലാ ഹോട്ടലിനും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ സ്ഥാപന CCTVയുടെ നിരീക്ഷണത്തിന്. CCTVയുടെ നിരീക്ഷണത്തിന് എന്ന് പറഞ്ഞാൽ ഇത് ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നല്ലേ. എല്ലാ സ്ഥാപനയുടെ നിരീക്ഷണത്തിലാണ് എല്ലാം. കാരണം ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് ഞാൻ കേടുവരുന്ന വിദ്യാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു മഫ്ഹൂമ മുഖാലഫത്തിൽ ആരെങ്കിലും അവിടെ തന്നെ കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ചില വാണിംഗുകളുടെ ചിത്രങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ അങ്ങനെ. ഈ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പത്രത്തിൽ കാണുമല്ലോ, റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പള്ളി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു, വിശ്വാസികൾ മുറ്റത്ത് നിസ്കരിക്കുന്നു. ആ ചിത്രം നമ്മളോട് പറയുന്ന സന്ദേശം വരാ. റമദാൻ അല്ലാത്തപ്പോ വെള്ളിയാഴ്ച പോലും പള്ളി വരാത്ത മുറ്റത്ത് ആ മഹലിലുണ്ടെന്നല്ലേ അർത്ഥം. ആ ചിത്രം നമ്മളോട് സംസാരിക്കുന്ന എങ്ങനെ? ആ മഹലിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ വരാത്തവർ, റമദാനല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ വരാത്ത ആളുകൾ ആ മഹലിലുണ്ടെന്നല്ലേ അർത്ഥം. അല്ലെങ്കിൽ റമദാനിലെ വെള്ളിയാഴ്ച മുറ്റത്ത് നിസ്കരിക്കേണ്ട അവസ്ഥ ഒന്നുണ്ട്. എല്ലാവരും വന്നാൽ പിന്നെ എന്ന് മുറ്റത്തെ നിസ്കാരം നടക്കണ്ടേ? അപ്പൊ ചില ചിത്രങ്ങൾ അപൂർവമായി നമ്മളോട് സംസാരിക്കും. CCTVയുടെ നിരീക്ഷനാണ് നിങ്ങൾ എന്തിനാണ് കെയറായിട്ട് നടക്കണമെന്നല്ലേ, മോട്ടിക്കരുതെന്നല്ലേ പറയുക. അതിനേക്കാൾ വലിയ നിരീക്ഷണം വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഓണത്തെ നിരീക്ഷകൻ തെറ്റുപറ്റാത്ത ഞാനാണ്. എവിടെയെല്ലാം നിരീക്ഷിക്കുക? ആ നിരീക്ഷകനെതിരെയാ അള്ളാഹുവിനെ അടുപ്പിരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ടാണ് നോക്കുന്നത്, അപ്പുറത്തൊന്നിട്ടുമല്ല. കടയിൽ ജോലി ചെയ്യുമ്പോൾ ഉടമസ്ഥൻ അതിപ്പോ മാറി നിൽക്കാൻ നോക്കുക, അല്ലെങ്കിൽ കൗണ്ടർ ഇരുന്നിട്ടാണ് നോക്കുക. നമ്മുടെ ഉടമസ്ഥൻ കർണഞരമ്പെന്ന് പറഞ്ഞ ശരീരഭാഗത്തുള്ള ഞരമ്പാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ ജഡ്ജി തന്നെ കുറ്റം നേരിട്ട് കണ്ടാലുള്ള അവസ്ഥ എന്താ? മനുഷ്യന്മാരെ നിങ്ങൾ അന്തം വിട്ട് അന്താളിച്ചിട്ടുള്ളത്, നിങ്ങളെന്താ അന്നം കണ്ടാളിച്ചിട്ട് ചിന്തിക്ക്. തെറ്റ് ചെയ്യുന്നത് ജഡ്ജി തന്നെ നേരിട്ട് കണ്ടാൽ പിന്നെ ശിക്ഷ ഉറപ്പല്ലേ? രക്ഷപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ പിന്നെ വിചാരണ വെറുതെയല്ലേ? വിചാരണ വെറുതെയല്ലേ? അപ്പൊ ചോദിക്കുസാറെ ജഡ്ജി തന്നെ കണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോ കൈയും കാലും ഒക്കെ വിചാരണ ചെയ്യുന്നതിനാ? അത് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കുക, നീ തന്നെ ചെയ്തതാണ്. നമ്മുടെ ഇപ്പൊ മക്കളോട് പറയും, ഇവിടെ നിന്നെ നാട്ടിൽ നിങ്ങൾ പറയടാ ചെയ്യുന്നു, എങ്ങനെ ഉറപ്പാ? അതും വേറൊരു ശിക്ഷയാണ്. അപ്പൊ വിചാരണ അങ്ങനെ വേറൊരു ശിക്ഷയാണ്. ഇതിപ്പോ എല്ലാം കാണുന്നത് പിന്നെ വിചാരണ എന്തിനാണ്? അത് വേറൊരു ശിക്ഷയാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ നിരീക്ഷകൻ
രണ്ട് ഖുർആൻ അനി പറയുന്ന ഖുർആൻ മാത്രമാണ് രണ്ട് അള്ളാഹു പറയാൻ ധൂളിന്റെ ഇരുപാലത്തായി നിങ്ങളുടെ ധൂളിന്റെ ഇരുപാലത്തായി രക്തപ്രദക്ഷണയും മനസ്സുകളാമത്ത് ആയും പോലെ എല്ലാവരെയും മനസ്സുകൾ ഏത് സമയത്തും പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡ് കൊണ്ട് 2,90,792.5 കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം ആ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശ വേഗതയുള്ള ഏത് സ്ഥലത്തും നിരിശാന്തത്തിന്റെ ഉള്ളിൽ പന്നിറങ്ങാനില്ല. എന്റെ മക്കളെ ഞാൻ 2 മലക്കുകളെ ഇടത്തെ തോലും വലത്തെ തോലും വെച്ചിട്ടുണ്ട്. ആ എഴുതിയുമിൻ കോലും ഇല്ലാതെ അറിയാതെ ഒരു വാക്കുകളെ സംസാരിക്കാൻ കഴിയുന്നു. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. 2ാമത്തെ നിരീക്ഷകനായി 2 മലക്കുകൾ നമ്മുടെ തോളിലുണ്ട്. 3ാമത്തെ നിരീക്ഷകനായ ഓരോ അവയവങ്ങളിലുമെല്ലാം ഓരോ നിരീക്ഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അവയവത്തിൽ ചിന്തിക്കണം. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. ഓരോ അവയവത്തിൽ അള്ളാഹു നിരീക്ഷകനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ലേ. രാമന സമീപം പച്ചക്കിട്ടാവ് നോക്കിയിട്ട് പറയും തരവില്ല. ഓരോ മനുഷ്യ ശരീരത്തിലും സൂക്ഷിപ്പുകാരായ മലക്കുകളുണ്ട്. എന്ന് മാത്രമല്ല അല്ലഹും മനുഷ്യന്റെ ശരീരത്തിലും ഓരോ അവയവങ്ങളിൽ ഓരോ മലക്കുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കണ്ണുകൊണ്ടൊരു തെറ്റിനേക്കാൾ അത് കാണുന്ന പ്രത്യേക മലക്ക് കണ്ണിലുണ്ട്. കാലുകൊണ്ടൊരു തെറ്റിലേക്ക് നടന്നാൽ അത് രേഖപ്പെടുത്താനുള്ള പ്രത്യേക മലക്കിനെ ബാബു സംവിധാനിച്ചിട്ട്. എന്ന് മാത്രമല്ല 3ാമത്തെ നമ്മുടെ നിരീക്ഷകർ നമ്മുടെ അവയവത്തിലുള്ള മലക്കുകള്. 4ാമത്തെ നിരീക്ഷകരാരെന്നറിയോ? 4ാമത്തെ നിരീക്ഷകർ എല്ലാ മലക്കുകളും മൊത്തത്തിലുള്ള ഏൽപ്പിച്ച മലക്കുകളും നമ്മുടെ നിരീക്ഷകരാണ്. അല്ലാഹു പറയാ, ലോകത്തിലുള്ള മുഴുവൻ മലക്കുകളും നീ ചെയ്തുമുട്ടുന്ന സമ്മാനത്തലങ്ങളുടെയും നീ ചെയ്തുമുട്ടുന്ന സൽപ്രവർത്തനങ്ങളുടെയും സാക്ഷികളാ. പക്കറ്റൂരിനുള്ള വെള്ളമില്ല. ഇപ്പൊ പോയാലൊന്നും കിട്ടൂല്ല. ആളുകൾ ഇപ്പൊ പേടിച്ചിരിക്കുക. പണത്തോടെ ഇപ്പൊ എല്ലാം കൂടെ കണ്ടസ്ഥിതിക്കഞ്ഞ് ചെയ്യുന്നത്. എന്താ ചായ ബിസ്ക്കറ്റ് ഇതൊക്കെ കിട കൊടുക്കണം. ആ കൊടുത്ത ചെറുക്കിനെ പറഞ്ഞ് ചൂടാൻ പഠിച്ച് കളയുന്നത്. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഒക്കെ കൊടുക്കണമെന്നല്ല ആളുകളെ ശ്രദ്ധമാണ്. പിന്നെ ബിസ്ക്കറ്റ് കിട്ടും വേണ്ട. അതിൻ്റെ ഇടയിൽ ഒന്നും ഉണ്ടാവില്ല. ഫുൾ സൈലന്റ് ആണ്. ഒരു ശ്രദ്ധ മാറിയാൽ പിന്നെ അവിടെ നിന്ന് മനസ്സ് കിട്ടും. മനസ്സ് മാറിയാൽ പിന്നെ തിരിച്ചു വരാൻ വലിയ പാടാണ്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അപ്പൊ 3 നിരീക്ഷകരായി 4 അള്ളാഹ് പറ ഇവരെ കേട്ടിട്ട് മനസ്സിലായില്ല. 2 മലക്കുകൾ റക്കീബത്തിലും 3 ആഴത്തിന്റെ സൂക്ഷിപ്പുകാർ 4 മലായിക്കത്ത് യശ്ഹദൂൻ. ലോകത്തുള്ള മുഴുവൻ മലക്കുകളും രാവിന്റെ മലക്കുകളുണ്ട്, മകനെന്ന മലക്കുകളുണ്ട്. കേൾക്കാൻ വന്നവർക്ക് മുഴുവൻ ബിസ്ക്കറ്റും കേക്കും ചായയും. പൊട്ടണം നാലാളത്ത് കട്ടൻ്റെ പൊട്ടണം മാരാളുടെ അവസ്ഥ. ഒരു വിഷയം നമ്മൾ നന്നായിട്ട് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് വന്ന വലിയ ഡിസ്റ്റർബൻസ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യതഅഖബൂന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൽ ബിന്നാർ. രാവിലെ സുബഹി നമസ്കാരത്തിന് ആളുകൾ വിശ്വാസികൾ കൂട്ടമായി പള്ളിയിലേക്ക് വരുമ്പോ ആകാശലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവരെ അസർ നമസ്കാരം പോലെ വിശ്വാസികളുടെ കൂടെ നടക്കുകയോ, അവരെ രാവിലെ കാലത്ത് അവരെ പകലിന്റെ കാലക്കാരാ. അസർ നമസ്കാരം കഴിയുമ്പോൾ അവരെ നേരെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആകാശലോകത്ത് നിന്ന് ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവര് പിറ്റേ ദിവസം സുബഹി നമസ്കാരം വരും. അവര് ഭൂമിയിലെ ഗ്രൂപ്പ് നിർവഹിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെയൊക്കെ അവസ്ഥയെന്താ? രാത്രിയിൽ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്താൻ പ്രത്യേക മലക്കുകളെ അല്ലാഹു നിരീക്ഷകരായി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പല നിരീക്ഷകരെ നാട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുക എന്ന് തീർന്നില്ല. ആറാമത്തെ ഇപ്പോൾ 5 നിരീക്ഷകരെയാണ് പറഞ്ഞത്. ആറാമത്തെ നിരീക്ഷകരാണെന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അറിയാതെ നമ്മളെ ചില ആളുകൾ പിന്തുടർന്നുകൊണ്ട് നടക്കുകയോ, അത് മറ്റാരുമല്ല, നാം വസിച്ചിരിക്കുന്ന ഭൂമിയാണിത്. ഈ ഭൂമി ജീവിതമില്ലെന്ന് പറയരുതേ, ഈ ഭൂമി സചേതനമല്ലെന്ന് പറയരുത്. ഈ ഭൂമി നമ്മുടെ നിരീക്ഷകരാണ്. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. ഇതൊന്നും ആളുകൾക്ക് നെറ്റിന്റെ സെൻസിലേക്ക് പറയുന്നതല്ല, അത് ഗൂഗിളിന്റെ സംഭാവനയല്ല. കാരണം ചിലപ്പോൾ ഗൂഗിളിന് തെറ്റുപറ്റാം, നെറ്റിന് സെൻസിലായി തെറ്റുപറ്റാം. കാരണം അതല്ല മനുഷ്യനിർമ്മിതമാ. പക്ഷേ അഹ്മദ് കബീർ പറയുന്നത് ഗൂഗിളല്ല, ഇത് തെറ്റുപറ്റാത്ത ഈ വിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ വിശുദ്ധ സ്ഥലത്ത് നിന്ന് വിശുദ്ധനായ പ്രവാചകനിലൂടെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് വിശുദ്ധരിലേക്ക് വിശുദ്ധനായ മാരാത അവതരിപ്പിച്ചുകൊടുത്ത് വിശുദ്ധമായ ഖുർആനിലെ കാര്യം പറഞ്ഞാൽ അതിന് പിന്നെ സംശയത്തിന് അടിസ്ഥാനമില്ല, കണ്ടനമണ്ഡലങ്ങൾക്ക് സ്ഥാനമില്ല, സർവ്വ സർവങ്ങൾക്ക് ഇടങ്ങളില്ല. അല്ലാഹു പറയാ, ഈ കാലത്ത് വെച്ച് നടക്കുന്ന ഭൂമി പോലും നിന്റെ നിരീക്ഷകനാ. ഓരോ കാലത്ത് വെക്കുമ്പോഴും പെങ്ങളെ ശ്രദ്ധിക്കണേ. ഇതാ وقال الإنسان ما لها يومئذ نكتب أخبارها. നാളെ പൈനാറിന് പടത്തോട്ട് വിളിച്ചിലെത്തിയിട്ട് വിചാരണത്തിന് സമയത്ത് ഭൂമിയോട് വർത്തമാനം ചോദിച്ചാൽ ഈ യൗമഇദിന് തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമിയതിന് അറിയാവുന്നതൊക്കെ ആ ഭൂമിയേറെ കാഴ്ചകളെ കണ്ടിട്ടുണ്ട്. അതെല്ലാം പടത്തോട്ടിന് മുന്നിൽ വിചാരണയുടെ നാളിൽ വിളിച്ചു പറയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ആറാമത്തരാരാ നമ്മുടെ കണ്ണ് സാക്ഷിയാണ്, നമ്മുടെ കൈ നമ്മുടെ നിരീക്ഷകനാ. അല്ലാഹു പറയാണ്, അവരിലും അവരുടെ കാലുകളും അവരുടെ നാളുകളും അവർ ചെയ്തതിന് സാക്ഷിയാണ്. അവരുടെ നിരീക്ഷകരാണെന്ന് ഖുർആൻ പറയുന്നു. സഹോദരങ്ങളെ, 9 സാക്ഷികൾ, 9 നിരീക്ഷകർ. അവരുടെ വലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 10ാമതൊരു നിരീക്ഷകം കൂടിയുണ്ട്. 10ാമത് ആർക്കും മനസ്സിലാവാത്ത ഒരു നിരീക്ഷകരുണ്ട്. അതാരാ ഒമ്പതെന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ സാമയിലെല്ലാം വിശദീകരിച്ച് പറയാൻ ഇത് പരലോകം പറയുന്നത് ഇപ്പോഴും ദുനിയാവ പറയുന്നത്. അപ്പോ 9 സാക്ഷികളുണ്ട് എന്റെ അടുത്തുമുണ്ട്. എന്റെ അടുത്തുമുണ്ട്, ദായിയുടെ അടുത്തുമുണ്ട്, ദാരിയുടെ അടുത്തുമുണ്ട്. സമാപ്താരിനി വളരെ അതിമനോഹരമായ അക്ഷരസ്മൃതികൾ കൊണ്ട് പ്രസംഗിച്ചു. അള്ളാഹുവിന് ബർക്കത്ത് കൊടുക്കട്ടെ. അക്ഷരം ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടിയായ ഫറോവയുടെ മുമ്പിലേക്ക് പ്രബോധനത്തിന് പോകുമ്പോ പ്രബോധകന്മാരുടെ നേതാവായ മൂസാ നബി അള്ളാഹുവോട് പറയുന്ന ഒരു ആശങ്കയുണ്ട്, അള്ളാഹുവേ ഫറോവയുടെ അടുക്കൽ പോയി പ്രബോധനം നടത്തും. പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് നമ്മൾ പ്രബോധനം നടത്തേണ്ടത് ഫിർഔനോട്. ഫിർഔൻ ചെങ്കടലിൽ തട്ടിട്ടില്ല. ഫിർഔൻ പിന്നെ ഉണ്ടാവും. ഖുർആൻ എല്ലാ നാട്ടിലും ഓരോ സമ്മാനികളായ ഫിർഔന്മാരെ ഞാൻ ജനിപ്പിക്കുമെന്ന് ഖുർആൻ. ഞാൻ പറയണൊക്കെ ഖുർആനാണ്. അക്കാബിറ മുദ്രിമീഹ എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്മാനി ഓരോ ഈ കുഞ്ഞിക്കറിയത്തിൽ ഓരോ നാട്ടിലുണ്ടാവും, ഓരോ മഹലിലുണ്ടാവും. അപ്പൊ അവരോടാണ് നമ്മൾ പ്രബോധനം നടത്തേണ്ടത്. പ്രബോധനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂസാ നബി പറയുന്നുണ്ട്, വലഹും അലയ്യ ദംബുൻ, അല്ലാഹുവേ എന്റെ മേലെ ഒരു ആരോപണമുണ്ട്, എന്നെ കൊലയാളി എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഞാൻ പ്രസംഗിച്ചാൽ അവർ കേൾക്കാൻ വരില്ല. അപ്പോൾ പ്രബോധകർക്ക് തെളിഞ്ഞ വ്യക്തിത്വം ഉണ്ടാവണം. രണ്ട് വയലീക്കു സദരി, എന്റെ ഹൃദയം വളരെ ഇടുക്കമാണ്, എനിക്ക് ഹൃദയത്തിന് വിശാലതയില്ല. പ്രബോധകർക്ക് ഹൃദയ വിശാലത ഉണ്ടാവണം. മൂന്നാമത് പറയുന്നത് പോലെ എന്തലിക്കുലി സാനി, അള്ളാഹുവിന്റെ നാമിനൊരു കെട്ടിട്ട് എന്റെ അക്ഷരം സുഖമല്ല, എന്റെ ഭാഷ ശരിയല്ല. നല്ല ഭാഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രബോധനത്തിൽ. എന്തലിക്കുലി സാനി, എന്റെ ഭാഷയ്ക്ക് ശുദ്ധിയില്ല, ഭാഷയ്ക്ക് ശുദ്ധി ഉണ്ടാവണം. മൂസാ നബി പ്രസംഗിക്കുമ്പോ ഫിർഔൻ മൂസയെ കളിയാക്കുന്ന കാര്യം സൂറത്ത് സുഹൂറിൽ പറയുന്നുണ്ട്. വലായക്കാദു യുബീൻ, പറഞ്ഞാൽ തിരിയാത്തവൻ. വലായക്കാദു യുബീൻ, പറഞ്ഞാൽ തിരിയാത്തവൻ. അതുകൊണ്ട് വെള്ളിയാഴ്ച മുമ്പിൽ വന്നിരുന്ന ആളുകൾക്ക് പറഞ്ഞാൽ തിരിയുന്ന രീതിയിൽ സുന്ദരമായ ഭാഷയോടെ സംസാരിക്കൽ പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ്. ഇനി ഞാൻ ദാരിമിയുടെ പ്രസംഗം കേട്ട അദ്ദേഹം വളരെ മനോഹരമായി പ്രസംഗിച്ചു. അള്ളാഹു പറക്കട്ടെ. പ്രസംഗം സാധാരണ പറയുന്നതിനേക്കാൾ നന്നായിട്ട് പറഞ്ഞു. അതിന്റെ CH പ്രസംഗം എല്ലാവരും കേട്ടത്. CH മൂവാറ്റുപുഴയിലുള്ള ഒരു അറബി കോളേജിന്റെ സനത് സമ്മേളനത്തിന് പണ്ഡിതന്മാരിങ്ങനെ നിലനിൽക്കുക. CH പ്രസംഗത്തിന് ആദ്യം പറഞ്ഞതെന്നറിയോ, വാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരസ്പരം പണ്ഡിതന്മാരുടെ മുമ്പിൽ പറയേണ്ടതുണ്ടെന്നറിയാതെ പതറുകയാണില്ല. അവിടെ നിന്നാണ് ഞാൻ പാടിച്ചത്. CH ആണ് എന്റെ ഗുരു വന്നിട്ട്. അപ്പൊ അത് CH പുസ്തകം പിന്നീട് ഞാനിങ്ങനെ പറയാൻ തുടങ്ങി. അത് റെഡിമെയ്ഡിലാണ്, നിൽക്കുമ്പോൾ വരുന്നത്രേ ഉള്ളൂ. അതിന് മൂട് വേണം, ഇതേ പറ്റൂല. എങ്ങനെയാണ് CH തുടങ്ങിയത്? വാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരസ്പരം പണ്ഡിതന്മാരുടെ മുമ്പിൽ പറയേണ്ടതെന്നറിയാതെ പതറുകയാണ്. അതിന് ഭാഷയുടെ സൗകുമാര്യമാണ്, ഭാഷയ്ക്കൊരു ശുദ്ധിയുണ്ട്. ആ ശുദ്ധി പ്രബോധന രീതിയിൽ പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നവകാല ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന എന്റെ പണ്ഡിത സുഹൃത്തുക്കളെ ഓർമ്മിപ്പിച്ചിട്ട് 10ാമത്തെ സാക്ഷി അതിന്റെ ഇടയിൽ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പറഞ്ഞു മാത്രം. അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിന് വിശാലമായ വായന വേണം. വായനയുടെ ലോകം വിശാലമാകണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കലക്കുന്നിമായി നന്നായി വായിക്കണം. എന്റെ വീടിന്റെ മുമ്പിൽ ഒരു ചായക്കടയുണ്ട്. നല്ല മഴ തുമർത്ത് പെയ്യും പറഞ്ഞ് ഡ്രൈവർമാരോട് ഞാൻ പറയും, നല്ല ചൂടുണക്കൽ വാങ്ങിച്ചിട്ട് കോട്ടയം പരിപ്പോട് അവരത് വാങ്ങിച്ചോണ്ട് തരും. നല്ല കുട്ടികളാണ് ഡ്രൈവർമാർ. അവർ ലാഭ്യത്ത് കൊടുക്കണം. അപ്പൊ അതിനകത്തൊക്കെ കൊണ്ടുവരുന്ന എണ്ണ പറഞ്ഞിട്ടുണ്ട്. എണ്ണ പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ആ കടി തിന്നുന്നതിന് മുമ്പ് കൊണ്ടുവന്ന പേപ്പർ ഒന്ന് വായിക്കും. എന്തെങ്കിലും പ്രസംഗിക്കുണ്ടാവുക. അതുകൊണ്ട് വായന നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു കഥയാവണം. അള്ളാഹു ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. 10ാമത്തെ സാക്ഷി ആരും അറിയാത്ത ഒരു സാക്ഷി. 9 സാക്ഷിയായി. ഞാൻ വെറുതെ പ്രസംഗിക്കാറ്. പ്രസംഗം എനിക്ക് നേരത്തെ പ്രസംഗം കണ്ടുപിടിപിടുന്നു പറയാൻ എനിക്ക് പാടുന്നില്ല. 2 മണിക്കൂർ പറയാ, വാർത്തണ്ടാവാൻ പറയാൻ പോവുക. പക്ഷെ നിങ്ങളുടെ കൽവില് അപ്പോഴും പേടി ഒഴിവൊക്കെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. മനസ്സിലാക്കണം പ്രസംഗം. ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? പറയാനാണെങ്കിൽ ഞാൻ ഭാഷ വെച്ച് ഇങ്ങനെ അങ്ങനെന്ന് പറയാം, സാഹിത്യം കുറച്ച് വേണം, അങ്ങനെയും പറയാം. പരമാവധി ശ്രദ്ധിക്കാം. പക്ഷേ ഹൃദയത്തിലിറങ്ങണം. 1 അല്ലാഹ്, 2 റഖീബ് അതീദ്, 3 അവയവങ്ങളുടെ മരത്തിൽ ഇൻകുലു നഫ്സിൻ അലൈഹാ ഹാഫിൽ, 4 മൊത്തത്തിലുള്ള മരത്തിൽ, രാവിലെ മരത്തുകൾ, പകലിന്റെ മരത്തുകൾ, 5 മൊത്തത്തിലുള്ള മരത്തുകൾ, വൽ മലായികത്തു യശ്ഹദൂൻ, 6 ഭൂമി, 7 നാവ്, 8 യൗമഇദിൻ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ, 8 കൈ, 9 കാല്, 10. 10ാമത്തെ ആരാ? അറിയാവുന്ന ആരെങ്കിലും വേണമെന്ന് പറയുന്ന അലൈസമിൻകും റജുലുൻ റശീദ്. 10ാമത്തെ സാക്ഷി ആരാ? 10ാമത്തെ സാക്ഷിനും മറ്റാരുമല്ല, തിരഞ്ഞു പോകണ്ട.
അതിന്റെ സൂര്യനും ഭൂത്തോയിലോ ബഹിരാകാശലോകത്തിന്റെ അന്തർഗമനത്തിന്റെ ബ്ലാക്ക് ബോർഡിനെ തെരഞ്ഞു പോകേണ്ട പ്രതാപത്തെ സാക്ഷിയാരാ? അത് മനുഷ്യ, നീ തന്നെയാണ് പ്രതാപത്തെ സാക്ഷി. അള്ളാന്റെ ഖുർആനാണ്, ഇത് സത്യവേദമാണ്, ഇത് അബൂബക്കറിനെ മുട്ടുകുത്തിച്ച ഗ്രന്ഥമാണ്, ഇത് ജുബൈറിനെ മുത്തലിനെ സത്യം പറഞ്ഞു കൊടുത്ത ഗ്രന്ഥമാണ്, ഇത് ഖാലിദ് വലീദിന്റെ ഹൃദയത്തിൽ അടിച്ചു കയറിയതാണ്, ഇത് ഉമറുബ്നു ഖത്താബിന്റെ സമ്മാനിയായ ഉമറിനെ സത്യവേദത്തിലേക്ക് നടത്തിയ ദർശനമാണ്. അള്ളാന്റെ ഖുർആനാണ് പറയാ. നാളെ പടച്ചവത്തിന് മുമ്പിൽ അള്ളാഹു പറയുമ്പോ, മലക്കുകൾ പറയുമ്പോ, മലക്കുകളുടെ തിരികൾ പറയുമ്പോ, ഭൂമി സാക്ഷി പറയുമ്പോ, നാട് പറയുമ്പോ, കാല് പറയുമ്പോ, കൈ പറയുമ്പോ, ആ സമയത്തറിയാതെ പറഞ്ഞു ഇന്നത്തെ ദിവസം സാക്ഷി നീ തന്നെ മതിയടാ. ഇന്നത്തെ സാക്ഷി നീയാണ്. അതുകൊണ്ട് നാളെ പടച്ചവത്തിന് മുമ്പിൽ നിഷേധിക്കാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി അവനവനെ കുറിച്ച് അവനവൻ തന്നെ സാക്ഷി പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗുണത്തിന്റെ മണ്ണിലുള്ള ആത്മീയത്തിനോട്ടത്തിന്റെ പടമയിച്ചുകൊണ്ട് തന്റെ പാഠം വരുന്ന സ്ഥലങ്ങളിലെല്ലാം പാഠമുട്ടകൾ സമ്മാനിച്ചു പോയ ബഹുമാനപ്പെട്ട വലിയ ഗുണമക്കളുടെ ഭീഷിക്കാതെ ആ മാനവങ്ങളെ പതിറ്റാണ്ടുകളിലേക്ക് ഈ സമ്മേളനങ്ങളിൽ സ്മരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ നാമനല്ലതേ പറഞ്ഞിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ കൈനല്ലതേ പ്രവർത്തിച്ചിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ ജീവിതം സൽപ്പന്താകുന്നവരെ നടത്തപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് മരിച്ചിട്ട് കിടക്കുമ്പോഴും മരിച്ചിട്ട് മണ്ണിലേക്ക് മലർന്നു കിടക്കുമ്പോഴും മാനവ മനസ്സുകളിലുമായ മറയാതെ മനസ്സിലാതെ പോലെ അമിതമാനത്തോടെ മഹോന്നതനായി മഹാനായി ആ മനുഷ്യനെ നിലനിൽക്കുന്നുവെങ്കിൽ അത് ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകളും അതുപോലെ ലോകം സ്വായത്തമാക്കുമ്പോ ഏത് സമയത്തും തെറ്റ് നമ്മുടെ നാടുകൾക്കുമ്പോ എന്നെ ആരും കണ്ടിട്ടില്ല, ഞാൻ ചെയ്യുന്നതാരും അറിയില്ലാണെന്നുള്ളത് തെറ്റുകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട പെണ്ണുകളോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നാളെ പടച്ചിട പിന്നോക്കിൽ ഒഴിച്ചാമകളിൽ സൂര്യൻ കുറിച്ച് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ എല്ലാം വരെ നിനക്കെതിരെ സാക്ഷി പറയുമ്പോ, എന്റെ കാല് വിളിച്ചു പറയുന്ന, എന്റെ കൈ വിളിച്ചു പറയുന്ന, എന്റെ നാവുകളെ സാക്ഷി പറയുന്ന ഒരു ദിവസത്തെ പേടിയില്ലാത്തനുണ്ടോ? ഹൃദയത്തിലേക്ക് വരുമ്പോഴോ നാളെ പടച്ചവത്തിന്റെ മുമ്പിലില്ലാർക്ക് വേണ്ടി പരലോകത്ത് നിൽക്കണമെന്നുള്ള ബോധം വരുമ്പോ ആ ബോധം വന്നപ്പോഴാണ് ആണായൊരു മനുഷ്യ സൂര്യ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോൾ ഫാത്തിഹ ഓതിയിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കവേ ഒരായത്ത് പാരായണം ചെയ്യുകയാ. നാളെ സർവ്വലോക രക്ഷിതാവായ പടച്ചവത്തിന്റെ മുമ്പിൽ വിജയം നിൽക്കേണ്ടി വരുന്ന ദിവസം, അതിനപ്പുറത്തേക്ക് ആയത്തിന് വേറെ അർത്ഥമില്ല മോനെ. ഹിസാബിനെ പറഞ്ഞില്ല, പറഞ്ഞില്ല ആരാധനയില്ലാത്ത ഒരു സൂക്തി വഴങ്ങാത്ത ഒരു സാക്ഷികൾ നിനക്കെടുക്കാത്ത പിന്നെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ട സമയം ആയത്തോടെ സുബഹി നമസ്കാരത്തിന് കൈകെട്ടിയാണ് ബോധം മിഹ്റാബിലേക്ക് വീട് പൊട്ടിക്കലഞ്ഞു. ആനന്ദമിയോ ബഹുമാനപ്പെട്ട സയ്യിദ്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹുവിന്റെ പൊന്നുമോനാ ആ പെണ്ണിനെ പൊട്ടിക്കലഞ്ഞിട്ട് സുബഹി നമസ്കാരത്തിന് ഇമാമത്തിനുണ്ട്. ആ പ്രിയപ്പെട്ട മകൻ പരലോകത്തിന്റെ ആയത്ത് കേട്ടപ്പോൾ കരഞ്ഞ് താഴ്ന്നു എന്നത് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതെന്താ? വരുന്ന ദിവസം ബോധം കെട്ട് താഴെ വീഴും, ബോധം കെട്ട് താഴെ വീഴും, പിന്നെ ഒഴിവാക്കില്ല.
എന്നാ നരകത്തെക്കുറിച്ച് പറഞ്ഞു ഇല്ല, ഹിസാബിനെ കുറിച്ച് പറഞ്ഞു ഇല്ല. യൗമയക്കൂമുന്നാസിറ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ നിൽക്കേണ്ട ദിവസം നീ മറന്നുവോ? വന്നിട്ട് താഴ്ന്നു. കാരണം അത് വാപ്പാന്റെ ഗുണം. മോൻ കെട്ടി വീണെങ്കിൽ വാപ്പ അങ്ങനെ മോനം കെട്ടി വീണിട്ടുണ്ട്, അതുകൊണ്ടാണ് മോൻ. വേറെ മനുഷ്യന്മാരെ പിതാക്കന്മാരുടെ ഹൃദയത്തിൽ കൊള്ളുന്നല്ലേ. നീ വൈകുന്നേരം 2 കാലിലേക്കൊരു പട്ടച്ചാറായ സ്ഥിതി വരിക, അവന്റെ ഉമ്മ അപ്പോഴും സീതായിട്ട് റിമോട്ടുമായി മുകളിൽ നിൽക്കുക, മക്കൾ ഹാഫുകൾ താരീഖുമാണ് നിന്റെ മുമ്പിൽ ഇട്ടിട്ട് 2 നിങ്ങളുടെ തലകുത്തി ചെയ്താലും ആവണ പ്രശ്നം വളരെ വിരളമാണ്. പിന്നെ അള്ളാഹു കുട്ടിക്കൊരു കഴിവ് വെച്ചിട്ടുണ്ട് ചിലപ്പാവാം. വാപ്പയും ഉമ്മയും നന്നാവണം, അതിനൊരു തർബീയത്തുണ്ടാവണം. പരലോകത്തെ കുറിച്ചുള്ള പേടിയാർക്കാവുന്ന നമ്മുടെ മക്കളോട് നമ്മൾ പറയണം, മക്കളെ പരലോകത്തെ പഠിക്കണം, ആഗ്രഹത്തെ പഠിക്കണം, ഇസ്ലാം ഏപ്ലസ് കിട്ടാൻ ഉസ്താദിന്റെ അടുക്കൽ പൈസ കൊടുക്കണമെന്നല്ലാതെ എന്നെ പോലും പരലോകത്തിന്റെ ചിന്ത ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് ദാരിദ്ര്യത്തോടെ എത്ര വായ്മയുള്ളത്. നമ്മുടെ ചിന്ത അവര് 10ാം ക്ലാസ് ഏപ്ലസ് കിട്ടിയാൽ പിന്നെ ഒരു MBBS ഒക്കെ പാസ്സായി വന്നാൽ ഒരു അപ്പായുമായി വൈദ്യത്തിലാവും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. വൃദ്ധസദനങ്ങൾ, മലപ്പുറം ജില്ലയിലുള്ള വൃദ്ധസദനത്തിന്റെ പേര് ദാറുസ്സലാം എന്നാണ്, സമാധാനത്തിന്റെ ഭവൻ. മലപ്പുറം ജില്ലയിലെ ഒരു വൃദ്ധസദനത്തിട്ടിരിക്കുന്ന പേര് ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ഭവനം. എത്ര വലിയ വിരോധാഭാസം, എത്ര വലിയ വിരോധാഭാസം. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, മുത്തൂറ്റിന് പരസ്യമാണ് നിങ്ങളുടെ സേവനം, ഞങ്ങളുടെ സന്തോഷം. മുത്തൂറ്റെന്ന് പറഞ്ഞാൽ തന്നെ മൊത്തം ഊറ്റിനാണ്. അതൊരു ഊട്ടല അമ്മായി. നമുക്ക് സാധാരണ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്, പരസ്യം കേട്ടാൽ നമ്മൾ ഓടും. അതുപോലെ മമ്മൂട്ടിക്ക് കോടതി കയറി വന്നത് ഇന്ദിരായുടെ വൈദ്യ നോക്കിട്ടിട്ട് മുഖം വെളുത്തില്ല എന്ന് ഒരു മനുഷ്യൻ മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുത്തു. എന്നാ പിന്നെ ആ മനുഷ്യനോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അദ്ദേഹം മമ്മൂട്ടി ചാനൽ ഞെട്ടി. ഞാൻ സിനിമ പറയില്ല, മനുഷ്യന്റെ വിശ്വാസത്തിന്റെ കഥ പറയാം. അവിടെ വന്ന് ചാനലിൽ വന്നിട്ട് കെട്ടിച്ചമച്ച ചായവും ചമൽക്കാരവും ചേർത്ത് മമ്മൂട്ടി വന്ന് സീനി പറഞ്ഞപ്പോ ആ പച്ചപ്പാവൻ വിശ്വസിച്ചു, ഇത് തേച്ചാൽ ഓന്റെ മോന്തോടെ പോലെയാവും. അമ്മാവരിയാതെ തേച്ചു, വീട് മുഴുവൻ എന്റെ കവർ കൊണ്ട് നിറഞ്ഞു എന്നല്ലാതെ മോന്തായത്തിന്റെ കളർ മാറിയില്ല. അയാൾ ചതിക്കുന്നു മനസ്സിലായി. പണ്ട് ഹൈന്ദവ സഹോദരങ്ങളെ പെട്ടിട്ടുണ്ട്. പണ്ട് ടിവിയിലൊരു പരസ്യമായിരുന്നു, ഗംഗാജലത്ത് നിർമ്മിച്ച സോപ്പ്. പാവപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ഗംഗാജലം മുന്നേറ്റമാണ് ഇത് വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിന്ന. അപ്പോഴും ആ സാധനത്തെ ഓർത്തില്ല, വെള്ളത്തിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് വെള്ളത്തിൽ കഴിയണ സാധനമാണ്. അതാണ് പരസ്യം. യഥാർത്ഥത്തിൽ പരസ്യം കേട്ടാൽ നമ്മളെല്ലാവരോടും, പണ്ട് ശബരിനാഥ് പറഞ്ഞത് അങ്ങനത്തെ പരസ്യമല്ലേ, ടോട്ടൽ ഫോർ യു, മൊത്തം നിങ്ങൾക്ക് അള്ളാഹ് എനിക്കൊന്നും വേണ്ട. ആചാര്യൻ പോയി, മുക്കരിടം പോയി, മുരിയാരം പോയി, സർവ്വതും പോയി. പ്രിയ സഹോദരൻ, ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അഡ്ജസ് രാമേന്ദ്രൻ കടമാറ്റത് വന്നു. അപ്പൊ മലയാളികൾ ആഘോഷിച്ചു. അത് നമ്മുടെ മലയാളികളുടെ സ്വഭാവം. ഒരുത്തം വീടുന്നടുകാൻ നമുക്ക് വല്ലാത്ത സന്തോഷം. എന്നാൽ മനുഷ്യൻ ധാരാളം നന്മ ബിസിനസ്സിലെ തകർച്ച സ്വാഭാവികമാണ്. എപ്പോഴത്തേനും പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ച് തൊഴിലാളികൾക്ക് പറയാനുള്ളത് 1000 നാമാണ് ഏറ്റവും നല്ല. അള്ളാഹുദേഹത്തെ രക്ഷപ്പെടുക. നമ്മുടെ മനുഷ്യന്മാരെ നമ്മൾ യൂസുഫ് അലിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുള്ളൂ. അതെല്ലാം പള്ളിക്ക് കാശിട്ടുണ്ട. യൂസുഫ് അലി സാഹിബിനെ പോലെ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് യൂസുഫ് അലി സാഹിബ്. അദ്ദേഹത്തെ പോലെ ഞാൻ ദുആ ചെയ്തു മനസ്സ് തുറന്ന് അഡ്രസ് രാമചന്ദ്രനും ദുഃഖത്തിന് മതമില്ല, കണ്ണീരിന് മതമില്ല, കണ്ണീരിന് വർഗീയതയിലില്ല എന്ന് ചിന്തിക്കാൻ കഴിയുന്ന സമൂഹത്തിന് ഭൂമിയിൽ നിലനിൽക്കാൻ കഴിയും. എല്ലാ പിന്നെന്താവുള്ളൂ, രാമചന്ദ്രനെ രക്ഷപ്പെടട്ടെ. ആമിമർ മെച്ചമായ നമ്മളെ ആശീർവദിച്ചു ചെയ്യും. കാരണം അയാൾ രക്ഷപ്പെട്ടാൽ 10,000-2000 തൊഴിലാളികളുടെ വീട്ടിൽ അടുപ്പിൽ തീ പോയി. അങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. രാമചന്ദ്രൻ അവരുടെ ഹലാൽ കൂട്ടിക്കൊത്ത് പോട്ടെ, അബൂബക്കറാണ് രക്ഷപ്പെടട്ടെ. ഈ ചിന്തകളൊന്നും നമുക്ക് പാടില്ല. അത് മതമല്ല, അത് മതമല്ല, അത് മതത്തിന്റെ ദർശനമല്ല.
യുദ്ധഭൂമിയിൽ ആരോ കുട്ടികൾ കൊലചെയ്യപ്പെട്ടപ്പോ കരഞ്ഞപ്പോൾ അങ്ങയുടെ സമുദായമല്ല അന്യ സമുദായമാണെന്ന് പറഞ്ഞപ്പോ അത് മനുഷ്യരല്ലേ തിരിച്ചു ചോദിച്ച മുത്തലിമിയുടെ അനുയായികളാണ് നമ്മൾ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ പറഞ്ഞത് പരസ്യപ്പലകയിൽ സുന്ദരാങ്ങൾ പറയുമ്പോ അതിനെ കണ്ണടത്തിന് പുറകെ പായുന്ന മനുഷ്യ, ഒരിക്കലും തെറ്റാത്ത സംശയങ്ങളില്ലാത്ത യാതൊരു സംശയമില്ലാത്ത പരസ്പരത്തിന്റെ ഖുർആനിലല്ലേ അല്ലാഹു പരലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തകളെ സ്വാധീനിക്കാത്തതല്ല, ആ ഒരു പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് മരിച്ചുപോയോ? അല്ലാഹു പരലോകം മറന്നുപോയോ? ഇതാണ് നമ്മുടെ ശേഷികൾ. പരലോകം മറക്കാൻ പാടില്ല. ഏത് സമയത്തൂടെ ഏതെടുത്തുകൂടി മറന്നുപോയാൽ പരലോകം മറക്കരുത്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് ബഹുമാനപ്പെട്ട സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഞാൻ സമയം തരാത്തില്ല, സമയം പോയാൽ എന്റെ വിശ്വരെടുത്തില്ല. അവസാനം ബഹുമാനപ്പെട്ട ശൈഖുന ഏതെങ്കിലും ഉസ്താദ് വരാനുണ്ട്, അതിനു വേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുക. ദുആഇ കിതാബ് കിട്ടുന്ന ഒരു മഹാമനീഷി നമ്മുടെ ഈ നാട്ടിലെത്തിയത് തന്നെ മഹാഭാഗ്യമാണ്. അള്ളാഹു പങ്കെടുക്കാൻ നോക്കിയിട്ട് ആ ഒരു ആമയും പറയാൻ കഴിയും. ഞാൻ പലപ്പോഴും ഉസ്താദിനടുത്ത് പോകാൻ ശ്രമിക്കും, എന്നെക്കൊണ്ട് കഴിയാറില്ല. പലപ്പോഴൊക്കെ കാണുമ്പോ ഇത്രയേറെ തരീഖത്തിന്റെ മഹാനായ വിഷയം നമ്മുടെ നാട്ടിൽ എത്തിച്ചതിന് ഞാൻ ഈ പ്രവർത്തകരെ വലിയ അഭിനന്ദിക്കുന്നത്. നാളെ ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദ് വരുന്നത്. അള്ളാഹു ഈ മണ്ണിനെ അനുഗ്രഹീതമാക്കട്ടെ, അള്ളാഹു മണ്ണിനെ അനുഗ്രഹീതമാക്കട്ടെ. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് ഒരു വലിയ ദുആസമേളം നമുക്കിവിടെ നടത്തപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അതിന് പങ്കെടുത്ത് ജാമ്യം പറഞ്ഞാൽ വിഷമങ്ങളൊക്കെ മാറി സന്തോഷത്തോടെ പോകുന്നു. ഞാൻ എന്റെ അനുഭവം വെറുതെ ഒന്നുമല്ല. ഞാൻ ഉസ്താദിനോട് പോലും പറഞ്ഞില്ല. ഒരിക്കൽ ഞാനൊരു വലിയ ടെൻഷൻ ഉണ്ടായ സമയം പെരുന്തൽമണ്ണ ഉപറസൂൽ പ്രഭാഷണം നടത്തും. പെരുന്തൽമണ്ണക്ക് അടുത്താണ് ഇറങ്ങുസ്ഥാന്റെ വീട്. ഉപറസൂൽ പ്രഭാഷണമാണ്. മനസ്സിന് ഭയങ്കര ടെൻഷൻ. ഇപ്പൊ ടെൻഷൻ ഇപ്പൊ ആർക്കുണ്ടാവാൻ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി. മൊബൈലിൽ ഒരു ഫോട്ടോ വെളിയിൽ പോയാൽ ആകെ ടെൻഷൻ. എല്ലാവരും ഇപ്പൊ വാർത്തകന്മാരുടെ പുറകെ ഇങ്ങനെ ക്യാമറ പിടിച്ചെടുക്കാം. മുണ്ടവിടെ കൊടുക്കുക, തുണി ഒഴിഞ്ഞിട്ടുണ്ടോ, പൊന്തിയിട്ടുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ, അതിന്റെ അടിയിൽ വല്ലതും ഉണ്ടോ, പിന്നെ ഇതൊക്കെയാണ് ഇപ്പോ നടക്കുക. ആ നടക്കുന്നവർക്കൊക്കെ അല്ലാഹു നല്ല പ്രതിഫലം കൊടുക്കണം. വിമർശനങ്ങളെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് സഹോദര ബുദ്ധിയായിരിക്കും. എന്നോട് ധാരാളം ആളുകൾ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഒരിക്കൽ രാത്രിയിൽ വാള് വീടുന്ന പോകുമ്പോൾ ഒരു കടയിൽ കയറി, നല്ല മഴ. അപ്പൊ അവിടെ ചായ തന്നു. ഞാൻ ചായ വണ്ടിയിൽ ചാരി നിന്ന് പിടിച്ചു. വളരെ ചെറുപ്പക്കാരൻ ഇരുന്ന് കുടിക്കലല്ലേ നല്ലത്, ചാരി കുടിക്കാവൂ. ഞാൻ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അല്ലാഹു നിനക്ക് നല്ല പ്രതിഫലം തരട്ടെ, ജസാക്കല്ലാഹു ഖൈർ എന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് മഴയാണെങ്കിൽ അങ്ങനെ തന്നെ വണ്ടിക്കകത്ത് വെളിയിൽ കൂടി സ്വാഗതം ചെയ്യുന്നത്. നമ്മളെ തെറ്റുപറ്റാത്ത ആളുകളൊന്നുമല്ല. പക്ഷേ ഈ മനസ്സിൽ അർബുദം ബാധിച്ചിട്ട് മാറാത്തുള്ളത് അത് വേറെ ആവണക്കെന്ന മനസ്സിലും പോകില്ല. മനസ്സിൽ ക്യാൻസർ ബാധിച്ചിട്ട് എടുത്ത് ഫേസ്ബുക്കിലിടുക. വിമർശനം സദുദ്ദേശപരമായിരിക്കണം, പ്രതിപക്ഷ ബഹുമാനത്തോടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സർവോത്മന സ്വാഗതം ചെയ്യുന്നു. തെറ്റ് ചെയ്യാത്ത ആളുകൾ മത്സൂര്യങ്ങളൊന്നുമല്ല. വാക്കിമാരാണെങ്കിലും ദാരിദ്ര്യമാരാണെങ്കിലും വൈദ്യമാരാണെങ്കിലും ആരുമാണെങ്കിലും. പക്ഷെ നല്ല രീതിയിലാവും. അല്ലാത്തതാണെങ്കിൽ ഒരിക്കൽ സദസ്സിൽ നിന്നൊക്കെ ഇതേപോലെ ധാരാളം ആളുകളുണ്ട്. ഒരാൾ എന്നോട് വന്നു, എല്ലാവരും കേട്ടോണ്ടിരിക്കുക, എന്തിന്റെ വീഡിയോ ഒക്കെ കൂടുതലാണല്ല. അത് പ്രധാനപ്പെട്ട ഒരാളൊന്നുമല്ല, അതൊന്ന് ടൈപ്പ് ചെയ്യാൻ വന്ന. ഞാൻ ഒന്ന് നാളെ മുതൽ ചെറുത് കുട്ടിക്കൊണ്ട് വന്നോളാവേ. വ്യത്യാസം ഞാൻ വീട്ടിൽ പതിച്ച് ഇരട്ടിക്കരയുള്ള ഞാൻ വീഡിയോ എടുത്ത് നോക്കി എടുത്തുകൊണ്ട് പോകും. അപ്പൊ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തായി? ഞാൻ പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പറഞ്ഞ എന്നെ ആക്കാൻ വേണ്ടി പറഞ്ഞു. നല്ല രീതിയിൽ പറയാൻ എന്റെ ശരീരമല്ലേ പറയൂ. നിങ്ങൾ ആളുകളുടെ മുമ്പിൽ എന്നെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. പറഞ്ഞിട്ട് നല്ല രീതിയിലാണെങ്കിൽ അങ്ങനെ നോക്കുന്നു. അള്ളാഹു നമുക്ക് നല്ല രീതിയിൽ പറയാൻ നോക്കിയിട്ട് നൽകണം. കാരണം ആർക്കും ഏത് ചെറുപ്പക്കാരനും കൊച്ചു കുഞ്ഞിനും പറയാം, ഉസ്താദെ അത് ശരിയായില്ല എന്ന് പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞാൽ തിരുത്താൻ മനസ്സുള്ള ഒരാളാണ്. ഒന്നുമില്ല. പക്ഷേ അല്ലാതെ പറയുമ്പോൾ അത് പലപ്പോഴും ഒരു മനുഷ്യന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തലാണ്. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കണം. അള്ളാഹു കാക്കട്ടെ. പാവപ്പെട്ട പ്രവാചകൻ ഭാര്യയുടെ കൂടെ ഒരു ഫോട്ടോ വെളിയിലെ ആഘോഷിക്കുക. ഞാൻ ചോദിച്ചു, അവനവന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചത് അയോഗ്യങ്ങളുടെ ഭാര്യയല്ല, അവനവന്റെ തന്നെയല്ലേ. അദ്ദേഹത്തിന് അത് പുറത്തുപോയി, ഒരു സ്വകാര്യ ഫോട്ടോ പുറത്തുപോയി, അതിനകത്ത് ആഘോഷിക്കാൻ എന്താ ഉള്ളത്? അത് അദ്ദേഹം അങ്ങനെ പോയാൽ അദ്ദേഹം ഒരു സൗക ചെയ്തു പടച്ചവരിക്കാൻ ഇതിനെ തീർന്നില്ലേ? ഈ പറഞ്ഞവൻ എവിടെ കൊണ്ടുപോയി വെക്കുക? ആ എടുത്താ കൊണ്ടുപോയി പറയാം.
അദ്ദേഹത്തിന് കുറിച്ചു പോയി, അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചോലെ ഒരു സൂക്ഷ്മതക്കുറവ് വന്നു, ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, തീരില്ലേ, പറഞ്ഞവരും ആഘോഷിച്ചവരും അദ്ദേഹത്തിന്റെ കൽക്കൽ പതാക എവിടെയാ തീർത്തത്? അതുകൊണ്ട് മോനെ, പരലോകം എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നീ കുത്തിയ ഫേസ്ബുക്കിന്റെ ബട്ടണുകളും നിന്റെ വീട്ടിലേക്ക് പോസ്റ്ററുകളും പ്രഖ്യാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അയൽപക്കത്തെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ അപമാനങ്ങൾ, പാവപ്പെട്ടവനെ കള്ളനെന്ന മുദ്രബുദ്ധിയവർ, എഴുത്തുകാരനെ മോഷ്ടാവെന്ന മുദ്രബുദ്ധിയവർ, പാവപ്പെട്ട പെണ്ണിനെ വേശി എന്ന് വിളിച്ചവർ, എല്ലാവരോടും നാളെ പരസ്പരത്ത് കണക്കുലോടിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാതെ അള്ളാഹു എനിക്കും നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളോട് മാത്രമല്ല, എന്നോട് കൂടിയാണ് ഈ വേല. നിങ്ങളോട് മാത്രമല്ല, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. അന്നേ ദിവസം നിന്റെ വായു സീനിക്കുന്ന, നിന്റെ കൈ സംസാരിക്കും, നിന്റെ കാല് സംസാരിക്കും. ഏകനായ പരസ്പരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുകയാ. ആ സമയത്ത് ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മുമ്പിൽ ലക്ഷക്കണക്കിന് മലക്കുകളെ പരസ്പരത്തിന്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് വലയം വെച്ചിട്ട് അല്ലാതെ മലക്കുകളുടെ വലയത്തിന്റെ ഉള്ളിൽ ആമലക്ക് തീരെ നിൽക്കാം. മലക്ക് സപ്പന് സപ്പ എന്നെ ചുറ്റി വിരിഞ്ഞിട്ട് മലക്കുകൾ നിൽക്കുക. നിങ്ങളെ പേടിക്കണേ, ചെറുപ്പക്കാരാ ഭയക്കണേ, ഓടാൻ സമയമില്ല, ഓടാൻ വഴികളില്ല. ആ സമയത്ത് മലക്കുകളുടെ നിരീക്ഷണ മലയത്തിൽ നമുക്ക് നിരീക്ഷകരായി വന്ന് ഈ ദുനിയാവിലെ നമ്മുടെ സംവത്സരങ്ങളും നിരീക്ഷിച്ച അള്ളാന്റെ മലക്കുകളെ വട്ടം നിൽക്കുമ്പോ അതിന്റെ നടുവിൽ പരിഭ്രാന്തരെ പോലെ നിൽക്കുകയാണ്. ആ സമയത്താണ് പരസ്പരത്ത് ഹിസാബ് തുടങ്ങുക. തന്റെ മുമ്പിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഇവല്ലാതെ നോക്കിയിട്ട് അള്ളാഹു ചോദിക്കുമത്രേ, ഇവനെ മുൻകില്ലോ ആർക്കാരണ ഇന്നത്തെ ദിവസത്തെ ആർക്കാരണ ഇന്നത്തെ ദിവസത്തെ അധികാരം ഒരാളെ പോലും വായനക്കുകയില്ല. ഇവിടുത്തെ സുൽത്താനായ വായുകളെ നിന്ന് പോകുന്ന ലോകത്ത് മുഴുവനും ഏകാധിപതികളെ, സർവാധിപതികളെ, ശിക്ഷാധിപതികളെ അടക്കമില്ല. അവിടെ ആരോഗ്യങ്ങളുണ്ടാകും, ഉണ്ടാകും, സെലക്ടാനുണ്ടാകും, നെപ്പോളിയൻ ബോണപ്പാട്ടുണ്ടാകും, കംബോഡിയയുടെ ഏകാധിപതി പോയിട്ടുണ്ടാകും, അമേരിക്കയുടെ ജാതിസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ ഭീകരതയോചിച്ച് പലസ്തീനിലെ പാവപ്പെട്ട മക്കള് കട്ടിപ്പിടിച്ചിട്ട് വലിച്ചെറിയുന്ന സാക്ഷാൽ അമേരിക്കയുടെ ജോർജ് ബുഷടക്കമല്ല, പാവപ്പെട്ട പലസ്തീനികളുടെ മുകളിലേക്ക് ബുൾഡോസർ തടിച്ചേറിയിട്ട് തടഞ്ഞിറങ്ങ മാസത്തിന്റെ മുമ്പിൽ അധികാരത്തിന്റെ ഭീകാലോപിച്ചിട്ട് നിരഞ്ഞാടക്കമുള്ള ഏകാധിപതികളോടാണ് റബ്ബിന്റെ ചോദ്യം. ഇന്നത്തെ അധികാരമാർക്കാണ് ഒരാൾ പോലും നടക്കുകയില്ല. അപ്പോൾ പരസ്പരത്തിൽ തന്നെ മറുപടി പറയുന്നത്രേ, ഏകനായ റബ്ബിനാണടാ ഇന്നത്തെ അധികാരം, എനിക്കാണടാ. അവർ നമ്മളെല്ലാവരും ഉണ്ട്. അലക്സാണ്ടറുണ്ട്, നെപ്പോളിയനുണ്ട്, പോൾപോട്ടുണ്ട്, ജോർജ് ബുഷുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, പ്രധാനമില്ലാത്ത മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മുക്കാത്ത മന്ത്രിയുണ്ട്, അഹമ്മദ് കബീറുണ്ട്, അബ്ദുൽ ഷുക്കൂർ മോദിയുണ്ട്, അബ്ദുൾ റഹ്മാൻ നദവിയുണ്ട്, കണ്ണനുണ്ട്, എല്ലാവരുമുണ്ട്. ആ സമയത്ത് പദവികളില്ല, ആ സമയത്ത് പദവികളില്ല. പലർക്കും ചോദിക്കുമത്രേ, എനിക്കാണടാ ഇന്നത്തെ ദിവസത്തെ അധികാരം. അല്ലാഹുവിന്റെ പ്രതികൂട്ടികൾ പോലെ പീഡിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു പറയുമത്രേ, ഇതെങ്ങനെ ചെയ്തതല്ല, ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്. ഒന്നാമത്തെ നിരീക്ഷകൻ ഞാനല്ലയോ, ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടതാണ്. ഓരോരുത്തർ വിളിക്കും, ഇവിടെ വാടാ, നിങ്ങൾക്ക് ഓരോരുത്തർ വിളിക്കും. പരലോകമാണ്, പരലോകമാണ്, ചൂടുള്ള നാളുണ്ടേ കിയാമന്നാളാ. ബഹുമാനപ്പെട്ട തലവാസാട് പരലോകമാണ്. നിൽക്കുന്നവരിൽ നിന്ന് ഓരോരുത്തർ വിളിക്കും, ഇവിടേക്ക് വാടാ. അഹമ്മദ് കബീർ ഇങ്ങോട്ട് വാ, വിളിച്ചു. കൂട്ടത്തിൽ ഉണ്ടാക്കി തരട്ടെ. അപ്പൊ വിളിക്കാൻ ആള് വരും. ആരാ വരിക?
വിളിക്കാൻ ആൾ വരും. ആരാ വരിക? വരുന്നതാരാ? രണ്ടുപേര് വരെ സായിക്കും ഷഹീദ്. സായിക്ക് വരും. സായിക്കെന്ന് പറഞ്ഞാൽ വളച്ചവൻ എവിടെ പ്രീവിസക്കാരൻ പോലും ഇല്ല. സായിക്കെന്ന് പറഞ്ഞല്ല, സായിക്കാർ അങ്ങനെയാണ് മനുഷ്യന്മാരാ. നിങ്ങൾ കരിമീനിന്റെയും പൊടിമീനിന്റെയും ഹോമായിൽ പറഞ്ഞിട്ട് ഇങ്ങനെ സായിക്കെന്ന് പറഞ്ഞോ? ഹൗസ് ഡ്രൈവർ അല്ല, ഡ്രൈവർ. സായിക്ക് ഹൗസ് ഡ്രൈവർ, സായിക്ക് ഡ്രൈവർ എന്ന് പഴയ കാലത്ത് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടനാടുകാരാണല്ലോ. വയൽ ഒഴുകുമ്പോ കാളയെ അടിച്ചു കൊണ്ടുപോകുന്ന പൊളിക്കാരനെ കണ്ടിട്ടുണ്ടോ? പൊളിക്കാരൻ, കാളയടിക്കുന്ന പൊളിക്കാരൻ. ആ പൊളിക്കാരൻ ഓരോ പടപ്പുറത്തിന്റെ മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമത്രേ. അവനാണ് അള്ള പറയാ അടിച്ചുപൊളിക്കാരനുണ്ട്. നിങ്ങൾക്കറിയോ പടപ്പുറത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ വലിച്ചോണ്ട് പോവാ. അപ്പൊ പറയും അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾ വരുന്നില്ല. ഏതുഭാഗത്ത് കത്തിക്കാരന്റെ നരകൻ നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് സുന്ദരമായ സ്വർഗമുണ്ട്. ആ നരകത്തിന്റെ തീയടിച്ചിട്ട് മുമ്പിലേക്ക് പോവില്ലാന്ന് പറയുമ്പോ നമുക്കറിയല്ലോ കാർ നടക്കാതിരുന്നാൽ തൊലിക്കാരൻ കയ്യിരിക്കുന്ന ചാട്ടവാറ് കൊണ്ട് അടിക്കാറുണ്ട്. നടന്നു പോകുന്നവൻ പടപ്പുറത്തിന്റെ മുമ്പിൽ നിൽക്കാതെ വൈമനസ്യത്തോടെ നിൽക്കുമ്പോ കയ്യിലിരിക്കുന്ന ചണ്ടകൾ കൊണ്ട് വട്ടിയുമത്തിയുമ്പോ അവനെ ആഞ്ഞിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നരകൻ തുടങ്ങിയിട്ടില്ല. പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് വിളിച്ചു കൊണ്ടുപോകുമ്പോ നടക്കാൻ കഴിയാതെ പുറകോട്ട് കാല് കൊടുക്കുന്നു. ഈ മലക്കുകളെ കയ്യിലിരിക്കുന്ന തണ്ട് കൊണ്ടിരിക്കുമെന്ന്. മലക്കുകളുടെ തണ്ടേതാ? അവരുടെ കയ്യിൽ ഇരുമ്പിനാലുള്ള തണ്ടുകളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. അവർ തണ്ടുകൊണ്ട് ഇവനെ വലിച്ചെടുക്കുമ്പോ അവൻ അവിടെ കിടന്ന് നിലവിളിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ആ സമയത്ത് നന്മ നൽകണേ അല്ലാഹുവേ, നന്മ നൽകണേ അല്ലാഹുവേ. പടച്ചറപ്പിന് മുമ്പിൽ വിചാരണ നടക്കും. അല്ല പറയും നീ എന്തൊക്കെ ചെയ്തു, നീ എന്തൊക്കെ ചെയ്തു. ചുരുക്കിയാൻ പറയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. മനുഷ്യന്മാരെ, ബഹുമാനപ്പെട്ട വാപ്പുസ്താൻ ഇപ്പൊ വരും, ഈ സദസ്സിലേക്ക് എത്തും. മഹാനവരുടെ ദുആ ഉണ്ടാവും. ഇവിടെ ഇരുന്ന് ഉസ്താദിനോട് പറഞ്ഞു, ശൈഖുന കോയക്കുട്ടി ഉസ്താദ് ഇവിടെ വന്നപ്പോ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. ഉസ്താദിന്റെ കയ്യിലേക്ക് ഒരു സ്വർണ്ണ മോതിരം ഊരിക്കൊടുത്തു. അതിലൂടെ കിട്ടിയ മോനാണ് വരുമ്പോൾ എന്നെ കൊണ്ടൊന്ന് കാണിച്ചത്. അല്ലാഹു കുഞ്ഞിനെ ഹാഫിളാക്കി കൊടുക്കട്ടെ. ഈ കൈയൊന്നും വെറുതെ നിൽക്കുന്ന കൈയല്ല, ഈ നിൽക്കുന്ന കൈയൊന്നും വെറുതെ നിൽക്കുന്ന കൈയല്ല. അതാരുടെ കൈയാണ്? മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു ആളുകൾ, ഒരു മഹല്ലുകാരൻ മുഴുവനും എല്ലാവരും ദുആ ചെയ്തു. മഴ പെയ്യുന്ന നിരാശനായി പിരിഞ്ഞു പോകവേ ഒരു വരൾച്ച കാണും. ആ സമയത്ത് എല്ലാവരും ഇറങ്ങുമ്പോ സദസ്സിലിരുന്നിട്ടാണ് ദുആ ചെയ്തു, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം കണ്ട കണ്ണാരന്റെ കണ്ണ്, എന്റെ കണ്ണിന്റെ വറക്കത്ത് കൊണ്ട് നീ മഴ പെയ്യിപ്പിക്കണേ അല്ലാ. ഇത് കഥയുടെ നെറ്റിന്റെ ഐതിഹ്യമല്ല, ഇത് വെറുതെ നെറ്റുകൾക്ക് കലാമത്തിന്റെ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നതല്ല. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം കണ്ട കണ്ണാരന്റെ കണ്ണ്, എന്റെ കണ്ണിന്റെ വറക്കത്ത് കൊണ്ട് മഴ പെയ്യിപ്പിക്കണേ അല്ലാ. പറഞ്ഞു നീരേത് താമസം ആകാശം ഇടപഴങ്ങി, ആകാശത്ത് നിന്ന് മഴ തീർത്ത് പെയ്യിറങ്ങി. ആരോ വന്നിട്ട് ചോദിച്ചു വന്ന നിങ്ങളെ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെട്ട മുഖം കണ്ട കണ്ണെന്ന് പറഞ്ഞല്ലോ, ആരുടെ മുഖമാണ് നിങ്ങൾ കണ്ടത്? ആ സമയത്ത് മനുഷ്യനായ മനുഷ്യർ നാളെ കാക്കയാണ്. ആൾ പറഞ്ഞു കണ്ട കണ്ണ് ഏറ്റവും അള്ളാഹ് ഇഷ്ടപ്പെട്ടൊരു മുഖം കണ്ട കണ്ണാ. അതാരുടെ കണ്ണാണല്ലോ? കേരളത്തിന്റെ സമാനതകളില്ലാത്ത ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ
സംശീലമാണ് മുഖം കണ്ട കണ്ണായെന്ന് കണ്ട് ഇതേവരെ ഹാളുകൾ ചെയ്യാത്ത കാലത്തിന്റെ കഥ പറയാനില്ലാത്ത പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തിയാസിയോടി ആ ബാങ്കിന് മറുപടി പറഞ്ഞ് അവസാനം സാഹിബിന്റെ അവസാനത്തെ വാക്കിന് മറുപടി പറഞ്ഞ് വാഹിയോ അൽഫാല് അലാനി മുഖാലിയോ അവസാനങ്ങൾ പറഞ്ഞിട്ട് വിട പറഞ്ഞു പോരാ കേരളങ്ങളുടെ തീരില്ലാത്ത പണ്ഡിതമോട് ബഹുമാനപ്പെട്ട സംശീലമാ ഫെബ്രുവരി 14 തീയതി 13 പെരുന്നാള് നിങ്ങൾ നേരത്തിലേക്ക് വരുന്നത് ചില്ലറക്കാനല്ല. ഏതൊരു മനുഷ്യന്റെ മുഖം കണ്ട കണ്ണുകളാണ് ആകാശത്ത് നടന്നിരിക്കുന്നത്. ആ മഹാഭരണത്തിന്റെ ആധാരവും നിങ്ങളിലേക്ക് ആലപ്പുഴയുടെ മണ്ണിലെ സമസ്തയുടെ 90 വാർഷികം നടക്കുമ്പോൾ ആലപ്പുഴക്കാരെ നിങ്ങൾ മഹാഭാഗ്യം ചെയ്തവരാ. കാരണം പാണക്കാത്ത പ്രിയപ്പെട്ട കൊടുപ്പനക്കത്തവാറിന്റെ ഭൂമരത്തിന്റെ തണലിലുണ്ട് ബഹുമാനപ്പെട്ട സംശയമാണ് കൈയിലൂടെ കടന്നു വന്ന ബഹുമാനപ്പെട്ട ഈ സദസ് വരുമ്പോൾ അല്ലാഹുവേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അദാനി മുഖാലിബ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ബാപ്പുസ്ഥാപനങ്ങളുടെ നഗരിലേക്ക് കടന്നു വരിക. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ സന്തോഷം അഹ്മദ് കബീറിന്റെ വാക്കുകളല്ല. ഈ വിനീതനെ കേൾക്കാനാണ് നിങ്ങൾ വന്നത്. ഞാൻ എന്റെ ഹൃദയത്തിന്റെ ചാരത്തിൽ നിന്ന് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് എപ്പോഴൊക്കെ മനസ്സിലൊരു ബുദ്ധിമുട്ടുണ്ടായോ അപ്പോഴൊക്കെ നമ്മുടെ കൈ തിരിച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ സമാശ്വാസത്തിന്റെ തണുപ്പിലൂടെ ഹൃദയം പെയ്തിറങ്ങിയ ദുരിതാർത്ഥങ്ങളോട് ബുദ്ധിമുട്ട് അല്ലാഹു മാനവர்களுக்கு ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ അല്ലാഹുവേ നിന്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. നിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിന്നത്. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ജീവിതത്തിന്റെ കടവാസങ്ങൾ, അമാരകമായ രോഗങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ബഹുമാനപ്പെട്ട ഉദ്ധാരങ്ങളോട് ചെയ്യുമ്പോൾ 10,000 ദിക്കറിന്റെ മധുരത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൈവരിയെത്തുമ്പോ നമുക്കറിയാം സ്വീകരിക്കപ്പെടും. അല്ലാഹുവേ ഞങ്ങളുടെ ഇന്നത്തെ സദസ്സിനെ സ്വീകരിക്കണേയല്ല, സ്വീകരിക്കണേയല്ല. ഞങ്ങളുടെ തേട്ടങ്ങൾ നിന്നോടാണ്, ഞങ്ങളുടെ ദുആ നിന്നോടാണ്. ചോദിച്ചാലും ആലോചനമില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ നീ തരാൻ തീരുമാനിച്ചാൽ തടുക്കാനാരുമില്ലല്ലോ റബ്ബേ. നീ തടുക്കാൻ തീരുമാനിച്ചാൽ തരാനാരുമില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ മഹാനവറുകൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രിയപ്പെട്ട നേതൃത്വമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വഴിമാറി തുടങ്ങി. പിന്നീട് ഉത്സാഹത്തിയാക്കുന്ന സമയം തരാം. എല്ലാവരും അടുത്തങ്ങോട്ടിരിക്കും. സദസ്സലങ്കോലമാക്കരുത്. ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എല്ലാവർക്കും ഉത്സാഹത്തെ അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ഇപ്പോൾ ഉത്സാഹം കൊണ്ട് കിട്ടി. വളരെ ദൂരെ യാത്രയൊക്കെ ചെയ്ത് ഇവിടെ എത്തി. ഉസ്താദനോട് പറഞ്ഞത് നിങ്ങളുടെ വാഹു ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പോവാണ്. എന്റെയും ഷിഹാബുദ്ദീൻ പോലെയൊക്കെ നിർബന്ധമാണ് ഉസ്താദ് പോകരുത്. അവസാനം ഞങ്ങളുടെ നാട്ടുകാർക്ക് ഒന്ന് ദുആ ചെയ്ത് അതിന് പങ്കെടുത്തു പോകണമെന്നുള്ള വലിയ ഒരു ആഗ്രഹം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെ തന്നെ ശകലം കൂടുതൽ ഇനി നീട്ടുന്നില്ല. തന്നോട് 11 മണിക്ക് സ്റ്റേജ് പണിയെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ബഹുമാനമായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇമാമുകൾക്ക് ആത്മീയ സേനത്തിന്റെ സ്വരൂപം നൽകിയ
ബഹുമാനരായ ശൈഖുന ഏലംകുളം കാപ്പൂർത്താട് ദുആസദസ്സുകളുടെ നിത്യ സാന്നിധ്യം മലബാറിന്റെ മണ്ണിൽ നിന്ന് ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഇതൊരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. വളരെത്തുന്ന ആളുകളെ കേന്ദ്രിച്ച് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏത് സമയത്തും മനസ്സിലൊരു ബോധം വേണം. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തെക്കുറിച്ചുള്ള ബോധം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാണ്. അള്ളാഹു പരലോകത്തെക്കുറിച്ചുള്ള ബോധം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ വിശേഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഒരായത്തോട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അവസാനം നമ്മുടെ നാടുകളും നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇഖ്റഅ കിതാബ് കഫാ ബിനഫ്സിക അലൈക ഹസീബാ. ഇഖ്റാഇന്റെ കിതാബ്, ആ കിതാബാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനമായ സാക്ഷി എന്ന് പറയുമ്പോൾ അവന് നല്ല കർമ്മപദങ്ങൾ മുഴുവനും കിതാബുകളെ രേഖപ്പെടുത്തുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗ്ഗ നസീബാക്കണമല്ല. നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാഹ്. അതിവന്റെ പിൽക്കാലത്തെ സഹോദരങ്ങളോട് സഹോദരന്മാരോട് ഏത് സമയത്തും നരകത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ുള്ള ആശയം കൊണ്ടുണ്ടാവണം. ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ നാളെ പരലോകത്തോടിന്റെ പരസ്പരത്തില എല്ലാവരും നരകത്തിലേക്ക് പൊക്കുന്നു. വലിയ ഒരാൾ മാത്രം സ്വർഗത്തിലേക്ക് പൊക്കോന്നതിന്റെ വിധിമല്ല. ആ സമയത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരേ ഒരാൾ ഞാനാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാ. അതല്ല നാളെ പരലോകത്ത് വരുന്നത് എല്ലാവരും സ്വർഗത്തിലേക്ക് പൊക്കൂ. ഒരേ ഒരാൾ മാത്രം നരകത്തിലേക്ക് പൊക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കത്തിക്കാവുന്ന നരകത്തിലേക്ക് പരസ്പരത്തിൽ പറഞ്ഞുവിടുന്ന മഹാഭാവി അതേവനാണ് എന്ന് ഞാൻ പറയുകയാണെന്ന് ലോകത്തിന്റെ നായകരുടെ ചുറ്റുവട്ടത്തിലെങ്കിൽ സൗകര്യത്തിന്റെ വെളുപ്പത്തിലേക്ക് പറഞ്ഞുവന്ന അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. അതുകൊണ്ട് നരകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവണം. ഒരൊറ്റ ആയത്തോട് ഞാൻ അവസാനിപ്പിക്കുക. ഈ ആയത്ത് എപ്പോഴും മനസ്സിൽ ബോധം ഉണ്ടാവണം. ആളുകളോട് ചോദിച്ചാൽ ഖുർആൻ അറിയാവുന്ന വെച്ചാൽ അവർ പറയുന്നത് അത്രയൊന്നും അറിയില്ല, അമ്മയ്ക്ക് ഇങ്ങോട്ട് അറിയാം. എല്ലാവരും പറയണ വാക്ക അത്ര ഒന്നും അറിയില്ല, അമ്മയ്ക്ക് കീഴ്പോട്ട്, അമ്മ ഇതിന്റെ കീഴ്പോട്ട് ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. അറിയില്ലേ? അറിയില്ലേ? അമ്മ ഇതിന്റെ കീഴ്പോട്ടുള്ളവർക്ക് അറിയില്ലേ? എന്നാ എന്റെ കൂടെ വന്നോണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. അമ്മ ഇതിന് കീഴ്പോട്ടുള്ള കുറെ സുഹൃത്തുക്കളൊക്കെ അറിയാവുന്നവരൊക്കെ കൈവക്കി. ഇസ്ലാമിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കൈവക്കി. അല്ലാത്തവര്, നിങ്ങൾ വിദ്യാർത്ഥികളെ താഴ്ചയിൽ അല്ലാത്തവര്, മുതിർന്ന ആളുകളൊന്നും കൈവക്കി. 1, 2, 3 കൂടി വന്നാൽ ഇതും ഭാഷ ഈ കൂടിയില്ല. ഇതാണ് നമ്മുടെ ദീൻ. ഖുർആനിനെ കുറിച്ചുള്ള നമ്മുടെ ബോധം എന്താണെന്ന് ചോദിച്ചാൽ ഹിഫ്ള് കോളേജ് വേണോ വേണ്ടയോ എന്ന തീരുമാനത്തിലാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഹിഫ്ള് കോളേജ് വേണോ വേണ്ടയോ? വേണം എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരം രണ്ടുപേരുടെ കൈവക്കലാണ്. നമുക്കറിയില്ല. അതാണല്ലോ ഒരു മഹലിൽ ദീൻ എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ മഹാമാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബൈ നിസ്കാരത്തിന് ഇശാ ജമാഅത്തിന് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ മതി. അതാണ് മഹലിന്റെ ദീൻ. സുബൈക്ക് ഇശായ്ക്ക് ജമാഅത്തിന് എത്ര പേര് അവിടെ എത്തുന്നു? അതാണ് മഹലിന്റെ ദീൻ. അമ്മയ്ക്ക് ഇപ്പോട്ട് ഒരു അറിയില്ലെങ്കിൽ ഖുർആൻ എന്ന് പറയും നമ്മളെ കുറിച്ചുള്ള വിവരമേതാ? സദസ്സോടൊക്കെ ഒന്നോര് എന്താ ജനതാവിന്റെ സമ്മേളനം വിളിക്കാനും ആളില്ല, പറയാനും ആളില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളല്ല സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ഓട്ടോയിൽ പോയ സംസ്ഥാനം നടന്നത്. ഏതാല്ല അത് അസിലൻ ഇത് പറയില്ല കാര്യം പറയും. അത് പിന്നെ എത്ര പറഞ്ഞു വളരുന്തോറും വളരുകയും വളരുന്തോറും വളരുകയും ചെയ്യും. ഈ വാക്യം രാഷ്ട്രീയം
പ്രചരണത്തിന്റെ ഒരു സംഖ്യയാണ്. ഏതായാലും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഖുർആനെക്കുറിച്ചൊന്നും തെളിയില്ല. പക്ഷേ നരകത്തിന്റെ ഭീകരമായ ആയത്തോടിയത് ബഹുമാനപ്പെട്ട വാസൂസാദിനെ നേതൃത്വം കൊടുക്കുന്ന ഭിന്നാറില്ല. അല്ലാഹുവിന്റെ റസൂലിനെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിതാരീന മാലാ ആയത്തിറങ്ങി ഇന്ന ജഹന്നമ ജഹന്നമെന്ന് പറയുന്ന കത്തിക്കാളുന്ന നരകം. എന്നെ സംബന്ധിച്ചോ ഇങ്ങോട്ട് ഇത് വേറൊരു ചിന്തയും പാടില്ല. ഇനിയിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന ജഹന്നമക്കാലത്ത് ജഹന്നമെന്ന നരകം കത്തിക്കാറുന്ന നരകസ്ഥലമാ. എന്താ ജഹന്നമിന്റെ പ്രത്യേകത എന്നറിയോ? നരകം പല രീതിയിലുണ്ട്. ആ പല രീതിയിലുള്ള നരകത്തിലേറ്റവും ചെറുകൂടിയ നരകം ജഹന്നമാ. ഏറ്റവും ചൂടുള്ള നരകം ജഹന്നമെന്ന നരകമാ. ഏറ്റവും ചൂടുള്ള തീപ്പാടുകൾ ആള് കത്തുന്ന ജഹന്നമെന്ന നരകത്തിലേക്ക് പരസ്പരപ്പ് വലിച്ചെറിയുന്ന ആളാണ്. അഹങ്കാരികളായി നടന്ന ആളുകളോട് പറഞ്ഞാൽ പേര് ചെയ്തു വന്നാൽ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് അധപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലേക്ക്, തെറ്റുകളിലേക്കും അശ്ലീലതകളിലേക്കും അനാവശ്യങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ആവാസങ്ങളിലേക്കും നടന്നുപോയ അസുരന്മാർക്കാണ് നാളെ പരസ്പരപ്പ് ജഹന്നമെന്ന് നരകം ചെയ്യുക. ആ ജഹന്നമെന്ന നരകത്തിന്റെ കഥയറിയണോ? ജഹന്നമെന്ന നരകത്തിന്റെ കഥയറിയണോ? വലിയ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിന്റെ മുന്നിലേക്ക് പോകുന്നു. ഹബീബായ മുത്തു വഴിയിൽ കണ്ട സ്ത്രീകളോട് പറഞ്ഞു, കണ്ട സ്ത്രീകളെ നരകത്തിലെ കണ്ടിട്ടുള്ളത് സ്ത്രീകളാ. അതുകൊണ്ട് സ്ത്രീകളെ നരകത്തിന് നടക്കേണ്ട യൗവനമല്ല. അവസരത്ത് പറയാതെന്ന നരകത്തിന്റെ കഥയല്ലോ. ആ നരകത്തിന് തണുപ്പുള്ള വസ്തു പോലും ലഭ്യമല്ല. ആ നരകം മുഴുവനും ചൂട, അതിന്റെ വിത്ത് ചൂട, അതിന്റെ തല ചൂട, അതിന്റെ ഭക്ഷണം ചൂട, അതിന്റെ പാനീയം ചൂട, അതിന്റെ വൃക്ഷങ്ങൾക്ക് പോലും ചൂടാണ്. തനഞ്ഞുകൊടുക്കാൻ വൃക്ഷങ്ങളില്ല. അവിടെ മാന്യമുള്ള വാക്കുപോലുമില്ലാത്ത നരകമുണ്ടല്ലോ. ആ നരകത്തിന് മുഴുവനും ചൂടാണ്. എല്ലാ ഹമീമവും അവിടെ ഹമീമല്ലാതെ കുടിക്കാൻ തരില്ല. എന്താ ഹമീമെന്നറിയോ? എന്താ ഹമീമെന്നറിയോ? നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് നരകാഗ്നി പടന്നു കയറിയിട്ടവരുടെ ശരീരത്തിന്റെ മാംസങ്ങൾ കത്തിക്കഴിഞ്ഞ് ചാപ്പലാകുമ്പോ ആ നരകത്തിന് കിടന്ന് ചൂടുകൊണ്ട് നിലനിൽക്കുമ്പോ അവര് നരകത്തിന്റെ മറുഭാഗത്തൊരു പുഴ കാണില്ല. ചൂടിന് കിടന്ന് തീരെ കിടന്ന് വെന്തിരുന്നവൻ വെള്ളം കാണുമ്പോ അത്യാഗ്രഹത്തോടെ ഓടുന്നുണ്ടോ അവര് മറുഭാഗത്തുമാണ് ജലാശയത്തിലേക്ക് ഓടുകയാണ്. ആ ഓടുന്ന ജലാശയത്തിന് ചെന്നിട്ട് ഞങ്ങളുടെ ശരീരത്തിന്റെ ചൂടം നടത്താമെന്ന് പറഞ്ഞ് നരകത്തിന്റെ തീയും പിടിച്ചുകൊണ്ടവര് പോടുമ്പോ അവർ ചെയ്യുമ്പോ കാണുന്നത് ജലാശയമല്ല, അത് തളച്ചു പറയുന്ന ഹമീമ, അത് തളച്ചു പറയുന്ന ഹമീമ. ഹമീമെന്ന് പറയുന്ന നരകത്തിന്റെ തളച്ചു പറയുന്ന ചീതനം തിളക്കുകയാണ്. അതിൽ നിന്ന് ഹമീം വരുന്ന ചൂട് കാരണത്താൽ അവരുടെ മാംസം മുഴുവനും താഴോട്ടുള്ളത് തൊഴിലുടവന് കരിഞ്ഞുവാണ്. അവരുടെ അസ്ഥിമൂലങ്ങളായി വാങ്ങുന്നത് ഇത് മാറിത്തരത്തിലാരെ കഥയാണത്. ഒരുവല്ലാതെ ചോദിച്ചത് അത് അധികം മഞ്ഞമാ സഹായത്തല്ലേ ഇത് വെറുതെ ശിക്ഷിച്ചതാണ് കഴിഞ്ഞിട്ടുള്ളത്. അവരെ അസ്ഥിമൂലങ്ങളായി മാറുന്നത് വീണ്ടും നരകത്തിലെ കോടുകയാണ്. ഹമീമെന്ന് പറയുന്ന ഈ പുഴയുടെ ചുരുസഹിക്കാൻ കഴിയാതെ നരകത്തിലേക്ക് വെപ്രാളത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആ വർഷത്തിന്റെ ഇടയിൽ അവർക്ക് ദുനിയാവിനോട് എന്ന് പറഞ്ഞാൽ കാര്യമൊന്നുമല്ല.
അവർക്ക് ഓർമ്മ വരും, അല്ലാഹുവേ ദുനിയാവിൽ വെച്ച് എത്ര ചൂടുള്ള വെള്ളമാണെങ്കിലും എടുത്ത് കുറേ കഴിയുമ്പോൾ ചൂടാറി പോകുമല്ലോ. ഈ വെള്ളം എനിക്ക് കുടിക്കാതെ തിളച്ചു പറയുന്ന ചൂടാ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വല്ലാതെ തണുത്തിരിക്കുകയാണ്. വെള്ളമെത്ര ചൂടുള്ളതാണെങ്കിലും വെളിയിൽ വെച്ചാല് തണുക്കുന്നു നോക്കിയിട്ട് ഇത്രയും ഓടി വരുന്ന സമയത്തിന്റെ ഉള്ളിൽ ആ വെള്ളം തണുത്തിട്ടുണ്ടാകുമെന്നെങ്കിലും അവര് പകുതി വഴിയിൽ വീണ്ടും തിരിച്ചോട് ജലാശയത്തിലോട്ട് അവരെ തിന്നുന്ന ഹമീം തണുത്തിട്ടില്ല. കാരണം തണുക്കണമെങ്കിൽ ഏത് വസ്തുവും ചൂടാകുന്നത് ഇതിന്റെ നാളെ തീ കത്തിക്കുമ്പോഴാണ്. പക്ഷേ ഹമീമിനെ അല്ലാഹു തിട്ടിച്ചപ്പോ തന്നെ ചൂടോടെ തിട്ടിച്ചതാണ്. അതിനെ തണുപ്പെന്ന് പറയുന്ന അനുഭവമില്ല. നിങ്ങളെ വാക്കിമാര് അത് പറയുന്ന നരകത്തെ പറഞ്ഞ് പേരിപ്പിച്ചിട്ട് സ്വർണ്ണമായ മുറിയെന്ന് പറയാറുണ്ട്. എന്തിനു വേണ്ടിയാ? കാരണം നരകത്തെ ചിന്തയുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. ആദ്യ വഴിയിലേറി നരകത്തിൽ ഹമീമിൽ ചെല്ലുമ്പോ അവിടെ ഹമീം തണുത്തിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും അവര് നരകത്തിലേക്കോടും ആദ്യ വഴിയിലെത്തുമ്പോ വീണ്ടും വീണ്ടും തിരിച്ച് ഹമീമിലേക്കോടും അവരങ്ങനെ ഇസ്ലാമിയോട് അസ്ഥികൂടങ്ങളായി മോശം പറഞ്ഞു മാറി അസ്ഥികൂടമായി തോന്നുന്നു. ഇതൊന്നും ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല. فبأي آلاء ربكما تكذبان يطوفون بينها وبين حميم آن നരകത്തിന്റെയും അമീനിന്റെയും ഇടയിൽ അവരിങ്ങനെ പാഞ്ഞു നടക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ആയത്ത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി താഴെ വീണില്ലേ? മസ്ജിദിന്റെ മുന്നിലെ മിഹ്റാബിന്റെ കീഴിൽ നിന്ന് കൊട്ടിക്കരഞ്ഞ ശാപത്തിന്റെ കണ്ണുനീരിച്ചാലൊടുങ്ങിയില്ല മുഅ്മിനീങ്ങളെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ ഏറ്റവും ഖുർആനിലെ ഏറ്റവും ഭീകരമായ ആയത്തോട് തരട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരന്റെ നബിയേ ഇത് താങ്ങാൻ കഴിയില്ല നരകത്തിന്റെ ഏറ്റവും ഭീകരമായ ആയത്തോട് എന്നറിയോ? നരകത്തിൽ കിടക്കുന്നവർക്ക് ആദ്യത്തെ ദിവസത്തെ ശിക്ഷയല്ല രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസത്തെ ശിക്ഷയല്ല മൂന്നാമത്തെ ദിവസം. ഓരോ ദിവസം കഴിയുന്നോട് ശിക്ഷ കൂടുകയാണ്. ഇതൊന്നും വെറുതെ മൊഴിയുന്നതല്ല. പടിപടിയായിട്ട് ശിക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1000 വട്ടം നരകത്തിൽ കിടന്നവന്റെ ദ്വാ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്നല്ല, അല്ലാഹുവേ നരകത്തിലെ ആദ്യത്തെ ദിവസത്തിലേക്ക് എന്നെ മടക്കിക്കൊണ്ടുവരണേ അല്ലാ എന്ന് പണത്തറപ്പിനോട് പറയുമ്പോ അല്ലാഹു പറയുന്ന ആയത്തുണ്ട്. ഇതാണ് ഖുർആനിലെ ഏറ്റവും ഭീകരമായ ആയത്ത്. അല്ലാഹു അവരോട് പറയുന്നത് ഖുർആനിലെ ഏറ്റവും ഭയാനകരമായ ആയത്തിന്റെ സമൂഹത്തോട് സമർപ്പിച്ചിട്ട് ഞാൻ നിർത്താം. അല്ലാഹു അവരോട് പറയുന്നത് فلن نزيدكم إلا عذابا فذوقوا നിങ്ങളെ നരകത്തല്ലിച്ചുകൊള്ളുക. فلن نزيدكم إلا عذابا നിങ്ങൾക്ക് നരകത്തിൽ ശിക്ഷ കൂടുകയുള്ളൂ, ഓണയിലില്ല, നിങ്ങൾക്ക് ശിക്ഷ കൂടുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ ഈ നരകത്തെ കുറിച്ച് ക്ഷമിക്കാൻ കഴിയുന്നതെങ്ങനെയാ? ഈ നരകത്തെ കുറിച്ച് ക്ഷമിക്കാൻ കഴിയുന്നതെങ്ങനെയാ? വ്യഭിചാരിക്കൊരു നരകം, കല്ലുകുടിയൊരു നരകം, സമ്പത്തിനെ പണത്തിനെ മോശവനും ഒരു നരകമുണ്ട്. വ്യഭിചാരിക്ക് മാത്രമല്ല നരകമുള്ളത്. ഇവിടെ കല്ലുകുടിയന് മാത്രമല്ല നരകമുള്ളത്. പിന്നെ ആർക്കാ നരകം? നിങ്ങൾ വിചാരിച്ചത് വാക്കവി പറയണത് കല്ലുകുടിയായിരിക്കുള്ളൂ, ഞാനതൊന്നും ചെയ്ത് ചെയ്യാനാണ്, ഞാൻ നരകത്തിൽ പോവില്ല എന്ന ഒരാഴ്ച കേട്ടോളി. വൈരന്നെ കത്തിക്കാടുന്നതും വ്യഭിചാരിക്കുള്ളതല്ല, കല്ലുകുടികളുള്ളതല്ല. പണമാണെന്റെ ദൈവമെന്ന് കരുതി വൈകുന്നേരം കടക്കുന്നതിന് ഉള്ള പൈസ എന്നെ ചിട്ടപ്പെടുത്തി തലയിനെ അടിയിൽ കൊടുത്തിട്ട് ഒരാൾക്ക്
ഒരു സദഖ ചെയ്യാതെ പണത്തെ മാത്രം സ്നേഹിച്ചവരാണ് വൈലെന്ന നരകമെന്ന് വിശുദ്ധ ഖുർആൻ. ആർക്ക് അപ്പൊ ബാക്കിയുള്ളവരുടെ ജോലി നരകത്തിൽ നിന്ന് രക്ഷിക്കണല്ലേ? വല്ല കാര്യം കൊടുത്താൽ അർത്ഥം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നല്ലേ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ പൈസ സദഖയില്ലാത്തവന് ലയുംബദന്ന ഫീ ഹുദമാ അവന് ഹുക്മെന്ന നരകമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി അവരെ നിന്നും മലക്കുകളാ സമ്മാനിയെ പിടിച്ചിട്ട് അവന്റെ കരുത്തിൽ കൈയെടുക്കും. മുഹമ്മദ് മുസ്തഫ അടുപ്പിൽ പെണ്ണുങ്ങൾ വിറപിടിക്കുന്ന മാതിരി അവന്റെ കരുത്തിന് മലക്ക് പിടിക്കും, കാലിനും പിടിക്കും, എല്ലാവരും മുട്ടുകാലിൽ അതൊക്കെ ചെയ്തു. ഞാൻ നിങ്ങൾ ബക്കറ്റ് പൈസ ഇടാൻ പറഞ്ഞല്ല, ഇതൊന്നും വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറഞ്ഞത്. അവന്റെ മുതുകിലും അവന്റെ കാലിലും പിടിച്ചിട്ട് വലിച്ചെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയേറെ പറയുന്നതിന് അർത്ഥമില്ല. നമുക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ. ആ രക്ഷപ്പെടലിന്റെ വഴിയായത് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ജീവിതം നൈമിഷികമാണ്. ജീവിതം നൈമിഷികമാണ്. നീ ആരെയും പേടിപ്പിക്കും, പക്ഷേ നിന്നെ അസ്രായേൽ പേടിപ്പിക്കും. ലോക ഭരണാധികാരിയെ പേടിപ്പിച്ച ലോകം കണ്ട ഭരണാധികാരിയാണ് ദുബൈയുടെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ്. ഷെയ്ഖ് മുഹമ്മദിന്റെ മുമ്പിൽ ലോക ഭരണാധികാരികൾ ഇരിക്കില്ലെന്നാണ് ലോകത്തെ കിടുകിട ഉറപ്പിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയാണ് ദുബൈയുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞാനാമീൻ നമ്മൾ പറയില്ല, അവിടുത്തെ കായാണ് നമ്മൾ ഇന്ന്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ നോട്ട് അവരുടെ താടി പുരതാൻ കിട്ടുന്നില്ലോ എന്നാണ് പിന്നെ നമ്മുടെ ചിന്ത. ആ തിന്ന ഭക്ഷണത്തിന്റെ നന്ദി നമുക്കൊട്ടില്ലതാനും. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ലോകഭരണരാഷ്ട്ര തലവന്മാരെ കിടികിടാവുറപ്പിച്ച ഷെയ്ഖ് മുഹമ്മദിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു രാഷ്ട്രത്തലവന്മാർ ഇതേവരെ അതിന്റെ മുമ്പിലേക്ക് കടന്നു പോകുമ്പോ കാല് മറച്ചു പോകും. ഈ ലോകരാഷ്ട്ര തലവന്മാരെ കടന്നു വന്നാൽ കാല് മറക്കുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോ കാല് മറക്കാത്ത ഒരാളെ അത് കാവിലുള്ള 12,000 കോടി വരുമാനമുള്ള ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 30 വയസ്സുകാരൻ ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ മൂത്ത മകനെ വാണ്ടിയെടുത്തപ്പോ ഷെയ്ഖ് മുഹമ്മദിന്റെ സുബീർ പാലസിനെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടെ കണ്ണണ്ടി പോയില്ല. അസ്രായേലിന് ഞാൻ ആ സുബീർ പാലസിന് പോയിട്ടുണ്ട്, കണ്ണണ്ടി പോയെന്ന ആ സമയത്ത് സഹോദരങ്ങളെ പാലസിലേക്ക് കടന്നപ്പോൾ ഒരാളെ ഉള്ളൂ. അത് കാതിലും നിർവാഹം മനസ്സാന്തരായി നിന്നെ പോലെ കരികരുത്ത ചെറുപ്പക്കാരൻ 2015 അറബ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ പുരുഷൻ ആരാ? ഷെയ്ഖ് റാഷിദ്. കുതിരക്കൊണ്ടയക്കാരൻ, കുതിരവട്ടത്തിൽ ഏഷ്യ ഒളിമ്പിക്സിലെ 1ാം സ്ഥാനക്കാരൻ. പക്ഷേ മരണമെന്ന കുതിര പാഞ്ഞു വന്നപ്പോ സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ മൗതെന്ന സിംഹം കൊന്നതൽപുരമല്ലേ. കുടിച്ചിട്ട സ്ഥലവും കാലികൾ മേലില്ലേ അവർക്കുള്ള ഹാലറിയാത്തതൽപുരമല്ലേ. മഹാനായ കടമാവത്താറ് അല്ലാഹു കബറിടം വിശാലമാക്കട്ടെ. 12,000 കോടി രൂപ കയ്യിലുണ്ടായിരുന്ന മനുഷ്യർ പാലത്തിന്റെ മുറിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ 12,000 കോടി ഇപ്പോഴും ഷെയ്ഖ് റാഷിദിന്റെ പേരിലുണ്ട്. പക്ഷെ ഷെയ്ഖ് റാഷിദിവിടെ ജബീർ പാലത്തിന്റെ വലതുഭാഗത്ത് വിമാനത്തിന്റെ മറുഭാഗത്തുള്ള കബറിന്റെ ഉള്ളില് ആ മനുഷ്യന്റെ കണ്ണുകൾ ഇപ്പം മാറി നിന്നില്ലേ. 2015 ഏറ്റവും ശക്തിയായ പുരുഷനെന്ന് ഫോക്ക് മാസിക തെരഞ്ഞെടുത്ത ആ ചെറുപ്പക്കാരന്റെ കണ്ണെവിടെയാ? ഉടനെ മുഖമിൽ കാണുമേ മുഖരണ്ട്, കാണുന്ന പക്ഷം മണ്ടുകേ ഭയം കൊണ്ട്. 3 ദിവസം കഴിഞ്ഞു മാറിയില്ലേ മോനെ? ലോകത്തെ മുഴുവനും ആകർഷിച്ച ശക്തിയായ ഹാൻസമായ പുരുഷന്റെ
കണ്ണ് 3 ദിവസം കഴിഞ്ഞപ്പോ 12,000 കോടിയുടെ ഉടമസ്ഥന്റെ കണ്ണ് മണ്ണിൽ നിന്നെങ്കിൽ, പക്ഷേ ആ രാജകുമാരനേക്കാൾ നല്ലൊരു രാജകുമാരനെ കാണിച്ചു തരട്ടെയോ? ആ രാജകുമാരന്മാരെ മണ്ണിലേക്ക് വെച്ചാൽ അവിടേക്ക് പുഴുവരില്ല, അവിടേക്ക് ചെതല് വരില്ല. ആ രാജകുമാരന്മാരെ മണ്ണിൽ വെച്ചാൽ പാൽ വരുന്ന പുഴുക്കളും ചെതലുകളും ബഹുമാനത്തോടെ മാറി നിൽക്കും. ആ രാജകുമാരന്മാരാണ് അവരെല്ലാവരെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളാ. കബറിന്റെ ചെതല് തൊടിയാ ചിലരും പുഴുക്കളും താവളം പെരുത്തുണ്ടതി, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നത്. അതിലേക്ക് കടന്നു ചെന്നാൽ ചെതലും പുഴുക്കളും ബഹുമാനിക്കും ഈ കുഞ്ഞുമക്കളെ. ബഹുമാനപ്പെട്ട വലിയകുളം അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ നാമകരണത്തിൽ ഉയർത്തപ്പെടുന്നത് കബറിലെ രാജകുമാരന്മാരെ സൃഷ്ടിക്കലാണ്. ഇൻഷാ അല്ലാഹ്